Praise God. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के मधुर नाम में सभी प्रियजनों को प्रेम का वंदना. കർത്താവിന്റെ കൃപയാൽ നമുക്ക് ഒരു ദിവസം കൂടി കർത്താവ് ദാനമായി നൽകിയിരിക്കുന്നു. प्रभु का अनुग्रह से हमें और एक दिन दान स्वरूप मिला है. നമുക്ക് ലഭിക്കുന്ന സമയങ്ങളെല്ലാം ഓരോ ദിവസങ്ങളും എണ്ണിക്കഴിക്കുവാനായിട്ട് നമുക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം ആവശ്യമാണ്. हमें और एक दिन गिनने के लिए एक ज्ञानपूर्वक मन होना जरूरी है. മോശയുടെ പ്രാർത്ഥനയിൽ മോശ അതാ പ്രാർത്ഥിച്ചത്. मूसा का प्रार्थना में मूसा ने यही प्रार्थना किया था. അങ്ങനെ ജ്ഞാനമുള്ളൊരു ഹൃദയം നൽകുവാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. इस तरह ज्ञान मिलने के लिए प्रकार ज्ञान मिलकर ज्ञान के समान एक मन उसको मिले ताकि वो ज्ञानी हो सके. इस तरह का मन वो आग्रह किया. കാരണം നമുക്ക് ലഭിക്കുന്ന ഓരോ ദിവസങ്ങളും അതിൻ്റെ ഓരോ മണിക്കൂറുകളും അതിൻ്റെ ഓരോ സെക്കൻഡുകളും വളരെ വിലപ്പെട്ടതാണ്. क्योंकि हमें मिलने वाला एक एक दिन, उस दिन में जो भी समय है उस समय का एक एक घंटा, एक एक मिनट, एक एक सेकंड भी बहुत ही मूल्यवान है. നമ്മുടെ ജീവിതം പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നതാണ്. वो हमारे समय से क्षण भर खत्म हो जाता है. എന്നാൽ ലഭിക്കുന്ന സമയങ്ങളെ നമ്മൾ അതിൻ്റെ തക്കത്തിൽ ശരിയായ നിലയിൽ ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. लेकिन जो उपलब्ध समय है वो समय में हमें सही रीति से प्रभु की महिमा के लिए इस्तेमाल करना जरूरी है. പ്രത്യേകിച്ചും നമ്മളെല്ലാം നമ്മുടെ ഒരു നല്ല സമയം നമ്മൾ രക്ഷിക്കപ്പെടാതെ ദൈവമില്ലാത്തവരായി ലോകപ്രകാരം ജീവിച്ച് നാളുകൾ കഴിച്ചവരാണ്. हम लोग तो ऐसे लोग थे जो एक समय में अपना समय हमें ऐसे ही व्यर्थ पे हमारा गया था जब हमने प्रभु को हम नहीं जानते थे, उद्धार में नहीं थे, अंधकार में थे. അപ്പോൾ ആ സമയങ്ങളെ ഒന്നും ഇനി ദൈവം എണ്ണുന്നില്ല. लेकिन वो हमारे अज्ञानता की वजह से प्रभु वो दिनों को अभी गिनता नहीं है. എന്നാൽ കർത്താവിലായ ശേഷമുള്ള നമ്മുടെ ഓരോ ദിവസങ്ങളുടെയും ഓരോ മണിക്കൂറുകളുടെയും ഓരോ കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും നമുക്ക് കണക്ക് കൊടുക്കണം. लेकिन मसीह में हम बन जाने के बाद उसके बाद समय का एक एक घंटे का, एक एक दिन का, एक एक सेकंड और एक मिनट का हर एक बातों का लेखा हमको देना होगा. കാരണം കർത്താവ് നമുക്ക് ജ്ഞാനത്തിന്റെ ആത്മാവിനെ നൽകി. क्योंकि प्रभु ने हमको ज्ञान का आत्मा दिया है. ആ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. उस आत्मा को अधीनता में जीना हम जिम्मेदार है. ദൈവങ്ങളെ നമ്മൾ വളരെ വിലപ്പെട്ട ഒരു സത്യം ദൈവത്തിന്റെ വചനത്തിലൂടെ ആത്മാവിന്റെ സഹായത്തോടെ പഠിച്ചുകൊണ്ടിരിക്കുക. प्रिय प्रभु का एक गहरा सच्चाई को हम प्रभु का आत्मा की मदद से हम सीखते जा रहे हैं. നിങ്ങളിത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ഇത് അറിയത്തില്ലാത്ത മറ്റുള്ളവരിലേക്ക് നിങ്ങളിത് പകരണം. ये सिर्फ आप ही लोग समझे ऐसा नहीं है. जो लोग ये नहीं जानते उन लोगों को भी आप ये वीडियो को शेयर करें. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞല്ലോ, ആത്മരക്ഷയെക്കുറിച്ചുള്ള അറിവ് മാത്രമേ പൊതുവെ ഈ ആത്മീയ ഗോളത്തിൽ ജനങ്ങൾക്കുള്ളൂ. എന്നാൽ ആത്മരക്ഷ മാത്രമല്ല, പ്രാണന്റെ രക്ഷ വിലപ്പെട്ട ഒരു കാര്യം, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. तो क्योंकि हम देखते हैं सामान्य क्रिश्चियन की दुनिया में, मसीह दुनिया में सिर्फ आत्मा का उद्धार के विषय में ही लोगों को थोड़ा ऊपर ही ज्ञान मालूम है. लेकिन उसी ज्ञान काफी नहीं है. हमें प्राण का उद्धार का विषय में सही रीति से जानकारी जानना जरूरी है. അപ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നൊരു അടയാളമാണ് നമുക്ക് ഈ ലോകത്തിൽ വെച്ച് തന്നെ നിത്യതയിൽ ലഭിക്കേണ്ട ആ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി ആ ആത്മീയ രഹസ്യങ്ങളും കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു എന്നുള്ളത്. तो ये परमेश्वर हमसे प्रेम करता है. इसका सबूत क्या है कि इस दुनिया में जब हम जीते समय में अनंतता में जो मिरास हमारे लिए संभाले रखा है, वो सब बात को अभी भूमि में जीते समय में हम प्राप्त कर सके. वो किस रीति से प्राप्त करना है उसका भेद प्रभु वचन से हमें प्रकट करके दिया है. ഈ സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നതും ആ വെളിപ്പാടനുസരിച്ച് നമ്മൾ കർത്താവിന് ജീവിക്കുന്നതും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ये सच्चाई को जानकर जीना और जो प्रकटीकरण प्रभु हमको वचन के द्वारा प्रकट करके देता है, वो सब जानकर जीना अभी के ये समय में हम जिम्मेदार है. അതുകൊണ്ട് ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ നമ്മുടെ വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ വിഷയത്തെ ഒന്ന് ആഴമായി ഗ്രഹിക്കാൻ തക്കവണ്ണം അതിനെ വിശദമാക്കി തരികയാണ്. इसके लिए एक एक दिन का हम जो क्लास है वो एक एक क्लास में जो उस विषय का हम लोग उसका गहरा अध्ययन और अभ्यास करके उसका डीप लर्निंग हम करके उसका वर्णन हम स्पष्ट रूप में आप लोगों को बता रहे ताकि आपका आत्मिक उन्नति हो. നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതത്തെ നമ്മൾ വളരെ ദൈവസന്നിധിയിൽ ദൈവത്തിന് മുൻപാകെ, അത് ഞാൻ ജീവിക്കുന്ന ദൈവം മുമ്പാകെയാണ്, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടാണെന്നുള്ള ആ ഒരു ബോധത്തിൽ തന്നെ നമ്മൾ ജീവിക്കണം. हमें एक एक दिन मैं परमेश्वर के सामने जी रहा हूँ, उनकी उपस्थिति में जी रहा हूँ, उनको तृप्त करके जीना है. उनके सामने उनका नाम को कोई भी निंदा ना हो, इस तरह का स्वभाव और अपने आप को नम्र करके हमें परमेश्वर की उपस्थिति में जीना है. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവചനത്തിന്റെ മുൻപിൽ രണ്ട് നിലയിലുള്ള ജീവിത ശൈലിയുണ്ട്, അല്ലെങ്കിൽ ലൈഫ് ഓഫ് സ്റ്റൈൽ. അങ്ങനെ രണ്ട് ശൈലിയാണ് ഉള്ളത്. तो एक नया उद्धार पाया हुआ विश्वासी के सामने दो प्रकार का जीने का तौर तरीका है. അപ്പോൾ അത്
അതിൽ നമ്മൾ തെറ്റിപ്പോയാൽ നമുക്ക് വലിയ തെറ്റ് പറ്റും. तो उस तौर तरीके में जीते समय में अगर हमें गलती होगा, हमारा आत्मिक अवस्था में गलती होगा. അതിന് ഞാൻ ആധാരമായിട്ടൊരു വാക്യം വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് റോമാലേഖനം 8-5 उसके आधार के विषय में हम जो वाक्य में हम पढ़ाना चाहता हूँ वो है रोमियो का पुस्तक 8:5, रोमन्स चैप्टर 8:5. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡസ്വഭാവം ആത്മസ്വഭാവം ഇങ്ങനെ രണ്ട് സ്വഭാവമാണുള്ളത്. पढ़ेंगे. शारीरिक व्यक्ति शरीर की बातों पर मन लगाते हैं, परंतु आध्यात्मिक आत्मा की बातों पर मन लगाते हैं. तो एक शारीरिक स्वभाव है और एक आत्मिक स्वभाव, या आध्यात्मिक मतलब आत्मिक स्वभाव. അപ്പോൾ ഇവിടെ ദേഹി രക്ഷയെക്കുറിച്ച് അജ്ഞനായ ഒരു വ്യക്തി അവൻ എപ്പോഴും ഈ ജഡശൈലിയിലാണ് ജീവിക്കുന്നത്. तो जो प्राण का उद्धार में जिसको समझ या ज्ञान नहीं है वो हमेशा प्राण का ये रिवाज या तरीकों में वो जीने लगेगा. എന്നാൽ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ആത്മീയൻ അവൻ എന്ത് ചെയ്യും? അവൻ ആത്മശൈലിയിൽ ജീവിക്കും. लेकिन जो वास्तव में आत्मिक है वो हमेशा आत्मा के अनुसार वो जिएगा. അപ്പോൾ ഈ ജഡശൈലിയിൽ ജീവിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിന്റെ ധനത്തിലും ഈ ലോകത്തിന്റെ അധികാരത്തിലും ഈ ലോകത്തിന്റെ ജനപ്രീതിയിലുമൊക്കെ ആയിരിക്കും അവന്റെ ലക്ഷ്യം. तो जो शारीरिक है वो क्या करता है? वो संसार की बातें, संसार में धन इकट्ठा करना, संसार की अभिलाषाएं, संसार के तौर तरीके, संसार का समाचार, ये सब बातों में उसका मन हमेशा उसी में व्याकुल होकर जीता है. നമ്മുടെ ആത്മീയ ജീവിതം എന്നുള്ളത് ഒരിക്കലും അതൊരു പിന്നെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കപടതയായിരിക്കാൻ പാടില്ല. और आत्मिक जीवन क्या का खासियत क्या है? वो कभी कोई दिखावटी दूसरे मनुष्य को दिखाकर जीने वाला या एक कपटी जीवन नहीं होना चाहिए. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നീതിമാനാണ്, ഒരു വിശുദ്ധനാണ്, ഒരു ഭക്തനാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ജീവിതം പാടില്ല. അതൊരു ജഡീക ശൈലിയിലുള്ളവരുടെ കാര്യമാണ്. तो दूसरों के सामने मैं एक आत्मिक हूँ, मैं अच्छा रीति से मैं जीता हूँ, मैं बहुत अच्छा भक्त हूँ, देखो कितना आत्मिक है, ये बात बताने के लिए दूसरों के सामने प्रकट करके वैसा जीवन जीना भी एक शारीरिक स्वभाव का व्यक्ति का स्वभाव है. ഇന്ന് രഹസ്യ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധ ജീവിതമില്ല. എന്നാൽ കൂടി വരുമ്പോൾ അവർ ഭയങ്കര ആത്മീയത കാണിക്കുന്ന ആത്മീയരുടെ അളവാണ് ഇന്ന് കൂട്ടായ്മകൾ ഏറ്റവും അധികവും. तो आज रहस्य जीवन में कोई भी प्रकार का आत्मिकता या प्रभु के साथ का कोई मुठभेड़ या संगति है नहीं, लेकिन सबके सामने जब संगति में आते समय में ये बहुत आत्मिक है, बहुत भक्ति है, इस तरह का स्वभाव और कार्य वो दिखाकर जीता है. അവര് പ്രാർത്ഥിക്കുകയാണെങ്കിലും അവരുടെ ആ സ്വരമൊക്കെ ഒന്ന് മാറ്റും. ഇങ്ങനെ ഒരു വിറപ്പിച്ച് ഒരു വൈബ്രേഷനിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ മനുഷ്യരെ അവരിലേക്ക് ആകർഷിക്കത്തക്ക നിലയിലും അവരുടെ എന്നാ പ്രാർത്ഥന, കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന, ഹൃദയം തകർന്നുള്ള പ്രാർത്ഥന, ഇങ്ങനെ മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ചില ഭക്തികാരുണ്ട്. അവർ വാസ്തവത്തിൽ ജഡീക ശൈലിയെ അവലംബിക്കുന്നവരാണ്. तो इस प्रकार के लोगों का खासियत भी क्या है? देखो, वो लोग प्रार्थना भी करते समय में लोगों के सामने एकदम कांपते हुए, डरते हुए हे प्रभु बोलकर इस तरह वो आवाज को एकदम नम्र कराकर लोगों को उन पर आकर्षण कराने के लिए, ताकि लोग बोले देखो कितना गहरा प्रार्थना किया, कितना आंसू भरकर प्रार्थना किया. वो तारीफ सुनने के लिए वो लोग इस तरह शारीरिक रीति से कार्य करते हैं. ये भी एक शारीरिक रीति का स्वभाव है. ദേഹീരക്ഷ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ആത്മാവിനെ അനുസരിച്ച് ആത്മാവിന് കീഴടങ്ങി ദൈവത്തെ മാത്രം മഹത്വപ്പെടുത്തണം, എല്ലാ മഹത്വവും കർത്താവിന് കൊടുത്തുകൊണ്ടായിരിക്കും ജീവിക്കുന്നത്. एक आत्मिक व्यक्ति जो आत्मिक उद्धार प्राण के उद्धार में जो बढ़ना चाहता है वो आत्मा के अनुसार वो जिएगा, आत्मा के आज्ञाकारिता के अनुसार वो जिएगा. പ്രിയമുള്ളവരെ, ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കപടഭക്തരുടെ ഭക്തി. हमें जानते हैं कि परमेश्वर जी क्या सबसे ज्यादा नफरत करता है? ये कपटी स्वभाव का भक्ति. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുണ്ട്, മത്തായി 23-ാം 8 പ്രാവശ്യം ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും കപടഭക്തിയെ കുറിച്ച് നിങ്ങൾക്ക് ഹായ് ഹായ് എന്ന് കർത്താവ് പറയുകയുണ്ടായി. तो मत्ती का सुसमाचार उसका 23वां अध्याय में लगभग 8 बार प्रभु फरीसी लोगों का कपटी स्वभाव को देखकर तुमको हाय करके प्रभु कहता है. അവസാനം 9ാമത്തെ പ്രാവശ്യം പറഞ്ഞത് സർപ്പസന്തതികളെയാണ്. और फिर 9वां बार फिर क्या बोलता है? हे सर्प के संतानों. അപ്പോൾ ഞാൻ പറയുന്ന സാരെന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ദൈവം അങ്ങനെയുള്ള ഭക്തിയെ ഒരിക്കലും കൈക്കൊള്ളുകയില്ല. तो इस तरह मतलब मेरा कहने का उद्देश्य यही है कि इस तरह का कपटी भक्ति या दिखावटी भक्ति परमेश्वर कभी स्वीकारता नहीं. നമുക്കറിയാം, പഴയ നിയമത്തില് പിന്നെ ലേവ്യ പുസ്തകം 10ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ हम लोग लेवी का पुस्तक उसका 10वां अध्याय 1 और 2 जब हम पढ़ते हैं, അവിടെ പിന്നെ അഹരോൻ പുരോഹിതന്റെ പുത്രന്മാരായ നാദാബും അബീഹൂവും
ദൈവം കൽപ്പിക്കാത്ത അന്യാഗ്നി അവിടെ കൊണ്ടുവന്നു. वहाँ पर हम लेवी 10 का 1-2 पढ़ते समय में वहाँ पर अरोन के पुत्र में 2 बच्चे जो नादाब और अबीहू, वो लोग ने अन्य अग्नि परमेश्वर की उपस्थिति में लेकर आया. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവാത്മാവിലല്ലാതെ നമ്മിൽ കത്തുന്ന ഏത് അഗ്നിയും അന്യാഗ്നിയാണ്. हम जानते हैं कि परमेश्वर का आत्मा जो ज्वलन हमारे अंदर देने के अलावा, उसके अलावा और कोई भी जलन या आग वही अन्य अग्नि है. ദൈവം അതിനെ പാപമെന്ന് മാത്രമേ വിളിക്കൂ. परमेश्वर ऐसा अन्य अग्नि को सिर्फ पाप ही करके बुलाएगा. നമ്മുടെ ഏതെങ്കിലും കപട പ്രദർശനങ്ങളല്ല യഥാർത്ഥമായ ഭക്തി. हमारा कोई कपटी स्वभाव या प्रकट जो लोगों के सामने दिखाता हुआ झूठा तौर तरीके नहीं है सच्चा भक्ति. നമ്മൾ അതൊന്ന് നമുക്ക് വായിക്കാം. അതിന്റെ ലേവി 10-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. അനന്തരം ആരോന്റെ പുത്രന്മാരായ നാദാബും അബീഹൂവും ഓരോ ധൂപകലശം എടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗവും ഇട്ടു. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്നും തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി. पढ़ेंगे लेवी 10 का 1-2. तब नादाब और अबीहू नामक हारून के 2 पुत्र ने अपना अपना धूपदान लिया और उनमें आग भरी और उसमें धूप डालकर उस ऊपरी आग को, जिसकी आज्ञा यहोवा ने नहीं दी थी, यहोवा के सम्मुख अर्पित किया. तब यहोवा के सम्मुख से आग निकली और उन दोनों को भस्म कर दिया और वे यहोवा के सामने मर गए. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ദൈവം കൽപ്പിക്കാത്ത ഒരു അന്യാഗ്നി അവർ കൊണ്ടുവന്ന് അവർ ധൂപം കാട്ടുവാൻ ശ്രമിച്ചു. तो यहाँ पर हम क्या पढ़ते हैं कि परमेश्वर ने जिसका आज्ञा नहीं दिया था उस तरह का वो लोग खुद से अपना एक अन्य अग्नि वो लोग लेकर आए. നമ്മൾ ഇന്ന് ദൈവത്തെ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണ്. ആത്മാവിലും സത്യത്തിലും അല്ലാതെ നമ്മൾ കുറച്ച് പാട്ടൊക്കെ ഇങ്ങനെ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി പാടി ആടി ഇതൊന്നും അല്ല ദൈവത്തിന്റെ ആരാധന. तो इसके लिए आज जब हम आराधना करते हैं समय में हमें आत्मा और सच्चाई में हमें आराधना करना है. हमारा तौर तरीके या हमारा रिवाज या हमें पसंद वाला या फिर कुछ गीत गाकर थोड़ा शरीर वरीर हिलाकर थोड़ा तुमको आज मैं अच्छा गीत गाया बोलकर इस तरह के बातों में नहीं है आराधना. നമുക്കൊരു ശരിയായ സമർപ്പണം ഇല്ലാതെ നമ്മളെ തന്നെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാതെ നമ്മളിനി എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും അതിലൊന്നും കർത്താവിന് പ്രസാദം തോന്നിയില്ല. तो हमें सही रीति से समर्पण नहीं है, सही रीति से प्रभु की उपस्थिति का कोई संगति नहीं है. ऐसा अवस्था ना रहे तक उसके ऐसा रिश्ता प्रभु के साथ ना जोड़कर हम लोग यहाँ पर कोई भी तौर तरीका करके आराधना कर रहे हैं बोला तो वो सही नहीं है. പുതിയ നിയമത്തിലുള്ള ഏത് വിഷയത്തിലും ആത്മാവിനാലുള്ള നടത്തിപ്പും ആത്മാവിന്റെ ആലോചനയും നമുക്ക് കൈക്കൊണ്ടത് അത്യാവശ്യമാണ്. इसलिए नए नियम में हमें जो भी बातें प्रभु के विषय में आते, प्रभु का विषय आते समय में वो सबको आत्मा की रीति से ही हमें समझना है, वही सही है. ചിലർക്ക് കർത്താവിന് വേണ്ടി വളരെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആ പ്രവർത്തിക്കുന്ന ആ ആഗ്രഹത്തെ പിന്നിലുള്ള സോഴ്സ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. कुछ लोगों को प्रभु के लिए सेवा करना, कुछ क्रिया करना उनको बहुत आग्रह रहता है, लेकिन वो क्रिया करने का जो इच्छा है, वो सेवा करने का जो इच्छा है, उसका श्रोता कहाँ से है, ये बात वो लोग समझना चाहिए. നമ്മുടെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയും സ്വർഗം കൈക്കൊള്ളുകയില്ല. हमारा सामर्थ्य से क्रिया करने वाला कोई भी क्रिया है परमेश्वर उसको स्वीकारेगा नहीं. നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാത്ത കാലം ആ പ്രവർത്തനങ്ങൾ നമുക്ക് നിത്യതയ്ക്ക് ലാഭമുള്ളവയല്ല, വാസ്തവത്തിൽ അത് വലിയൊരു നഷ്ടമായി മാത്രം ഭവിക്കും. तो हमारे आत्मा के प्रेरणा से मिलने वाला जो भी कार्य अगर हम नहीं करेंगे तो या फिर बिना आत्मा का प्रेरणा कुछ भी नहीं है और सब हम अपने शारीरिक सामर्थ्य से कर रहे हैं तो उसका अनंत काल में उसका कोई लाभ नहीं है. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തമായൊരു പ്രേരണ നമുക്കുണ്ടോ? क्या आज हम लोग जो भी कार्य करते हैं समय में क्या आत्मा का शक्ति रीति से प्रेरणा हमें है क्या? ഇന്ന് നമുക്ക് എത്രമാത്രം പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും, ദൈവാത്മാവ് എന്നെ ഈ കാര്യത്തിൽ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും? आज हम लोग कितने लोग धैर्य से हम लोग बोल सकते हैं कि मैं जो भी किया आत्मा की प्रेरणा से किया है, इस तरह धैर्य से बोल सकते हैं. ചിലപ്പോൾ നമ്മൾ പല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ജഡികമായിട്ടായിരിക്കും. बहुत से अच्छे बातें भी जो हम करते हैं वो शारीरिक रीति हो सकता है. ചിലര് രാവിലെ എഴുന്നേറ്റ് വചനം വായിക്കും, പ്രാർത്ഥിക്കും, ഇതെല്ലാം ജഡത്തിലും ചെയ്യാം. तो लोग हम देखते हैं कि लोग हमेशा सुबह उठते हैं, प्रार्थना करते हैं, बाइबल पढ़ते हैं, ये सब हम शरीर में भी कर सकते हैं. അപ്പോൾ ഇതിന്റെ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. लेकिन इन दोनों का फर्क हमें समझना जरूरी है. നമുക്ക് യഥാർത്ഥമായിട്ടും ഒരു വിശ്വാസി, ഒരു ആത്മീയൻ ദൈവാത്മാവിൽ നിർബന്ധിതനായിരിക്കും. क्योंकि एक सच्चा विश्वासी जो है वो आत्मा में प्रभु के प्रेम में विवश रहेगा. നമുക്കറിയാം 2 കൊരിന്ത്യർ 5:14-15 വാക്യം വായിക്കുമ്പോൾ 2 कोरिन्थी 5वां अध्याय उसका 14 और 15 जब हम पढ़ते समय में ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു.
प्रभु का प्रेम है जो हमें विवश करता है। എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. पढ़ेंगे 2 कोरिन्थी 5 का 14 और 15। मसीह का प्रेम हमें विवश कर देता है इसलिए कि हम यह समझते हैं कि जब एक सबके लिए मरा तो सब मर गए और वह इस निमित्त सबके लिए मरा कि जो जीवित है वे आगे को अपने लिए न जिए परंतु उसके लिए जो उसके लिए मरा और फिर जी उठा। അപ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞുള്ള ജീവിതമാണ്. तो एक सच्चा आत्मिक जीवन बोला तो वो ऐसा है कि हमें आत्मा में प्रभु का प्रेम से भरकर जीने वाला जीवन। കാരണം ദൈവ സ്നേഹം നമ്മളെ നിർബന്ധിക്കണം. क्योंकि प्रभु का प्रेम है जो हमें विवश करना चाहिए। പല കാര്യങ്ങളും പലരും ചെയ്യുന്നത് ദൈവദാസന്മാർ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ അവർ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ഉത്തരം പറയും? അവരെ പ്രീതിപ്പെടുത്തുവാൻ അങ്ങനെ ചെയ്യുന്ന അനേകരുണ്ട്. क्योंकि कुछ लोगों का स्वभाव क्या है, अरे आज प्रभु का दास ने ऐसा संदेश दिया था, उन्होंने ऐसा बोला था, इसलिए हमको ऐसा करना पड़ेगा, न तो पूछेगा तो हमको क्या होगा। इस तरह प्रभु के दासों को और प्रभु के भक्तों को इस तरह दिखाने के लिए उनके डर से कुछ लोग कार्य करते हैं। നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവം ശോധന ചെയ്യുന്നുണ്ട്. हे प्रियो, हम एक एक कार्य जो भी करते हैं वो सभी कार्य परमेश्वर उसको परखता है। നമ്മൾ യഥാർത്ഥമായും ദൈവഭയത്തിൽ നിന്നാണോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? क्या वास्तव में हम लोग सच्ची में परमेश्वर का भय से सब कार्य करता है क्या? ദൈവ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ, നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയാണല്ലോ നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ ആ കാര്യത്തിൽ ദൈവസ്നേഹത്താൽ നിർബന്ധിതരായി അങ്ങനെ എത്ര കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. तो परमेश्वर का प्रेम से विवश होकर कितना कार्य हम अच्छा कार्य करते हैं। देखो, क्योंकि प्रभु ने हमको सृजा क्यों है? उनका भला कार्य करने के लिए, अच्छा कार्य करने के लिए। इसलिए उस तरह आत्मा के प्रेम से विवश होकर हम लोग कितना कार्य प्रभु के लिए, महिमा के लिए करते हैं। മനുഷ്യരെ നമുക്ക് പല നിലയിലും നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് അവരുടെ മുമ്പിൽ ഒരു നല്ല പിള്ള ചമയാൻ കഴിയും, ഒരു ഭക്തനായി ജീവിക്കാൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ഭക്തനായി ജീവിക്കണമെങ്കിൽ അതിൽ സത്യമുണ്ടായിരിക്കണം. तो मनुष्य के सामने हम लोग उनको खुश कर सकते हैं। मैं एक भक्त हो करके हमें कुछ भारी शारीरिक कार्य क्रिया करके उनको दिखाकर उनको खुश कर सकते हैं, मैं साबित कर सकता हूँ मैं आत्मिक हूँ। लेकिन परमेश्वर के सामने हम अगर आत्मिक जीवन जीना है तो उसमें सत्य होना जरूरी है। നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് ദൈവജനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്താ? तो आज हम लोग वचन जब सुनते समय में, उस सुनते समय का अवस्था में हमारे हृदय आग्रह क्या है? കർത്താവേ, അവിടുന്ന് എന്നോട് സംസാരിക്കണമേ. हे प्रभु, आप मुझसे बात कीजिए। അവിടുന്ന് സംസാരിക്കുന്ന വചനത്തിന് മുമ്പിൽ എൻ്റെ ജീവിതത്തിലെ കുറവുകളെ ഞാൻ ഉടനെ തിരുത്തി അങ്ങയുടെ ഹിതപ്രകാരം മുന്നേറാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി നമ്മൾ കേൾക്കുന്നുണ്ടോ? तो हे प्रभु, आपका वचन के सामने जब आपका वचन मुझसे बात करते समय में जो भी गलतियां मेरे सामने रहेगा वो सबको सुधार कर आत्मा की इच्छा के अनुसार जीने के लिए मैं तैयार हूँ। क्या इस तरह का निर्णय से आप वचन सुनते हैं क्या? കാരണം നമ്മൾ കർത്താവിന് ചെല്ലുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെയും ചിന്തകളെയും വിചാരങ്ങളെയും എല്ലാം അറിയുന്നു എന്നുള്ള ആ ബോധം നമ്മളെ ഭരിക്കണം. क्योंकि हम प्रभु की उपस्थिति में जाते समय में प्रभु हमारा मन की बातें, हमारे हृदय के रहस्य, हमारा सारा विचार वो जानता है करके ये बात समझकर हमें उनकी उपस्थिति में जाना है। ഒരിക്കൽ ദാവീദ് കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. एक बार दाऊद इस तरह प्रार्थना किया। 139 സങ്കീർത്തനം അതിന്റെ 23-24 വാക്യം. 139 भजन संगीता उसका 23-24। ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. हे परमेश्वर, मुझे जांच कर जान ले, मुझे परख कर मेरी चिंताओं को जान ले और देख कि मुझ में कोई बुरी चाल है कि नहीं और अनंत के मार्ग में मेरी अगुवाई कर। പ്രിയമുള്ളവരെ, ഇവിടെ ദാവീദ് പറയാണ്, കർത്താവേ എൻ്റെ ഹൃദയത്തെ, അപ്പോൾ എൻ്റെ ഹൃദയത്തെ പോലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ പോലും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ചിന്തകളാൽ നിറയപ്പെട്ടവനാണെന്നുള്ള പ്രാഗൽഭ്യം ദാവീദിനുള്ളത് കൊണ്ടാണ് നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് അറിയണമേ എന്ന് പറയാൻ കാരണം. तो दाऊद का अवस्था देखो, दाऊद अपने हृदय में, अपने मन में प्रभु के बारे में ही हमेशा सोचने का अवस्था में वो जीने वाला व्यक्ति था। इसलिए वो धैर्य से प्रभु को पूछ सकते हैं, प्रभु तू मेरे हृदय को परख कि मैं तेरे ही विषय और तेरे आग्रह में सोच रहा हूँ क्या। നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദാവീദ് ആരോടാണ് ഇത് പറയുന്നതെന്ന് ദാവീദ് നല്ലവണ്ണം അറിയാം. क्योंकि हमें एक बात समझना है, दाऊद ये बात किससे कर रहा है ये दाऊद अच्छी तरह से जानता है। കാരണം അതേ സങ്കീർത്തനത്തിന്റെ 1 മുതൽ 6 വരെ വായിക്കുമ്പോൾ ദാവീദ് തന്നെ പറയുന്നുണ്ട്. क्योंकि वही भजन संगीता का 1 से 6 जब पढ़ते समय में दाऊद उधर ही दाऊद कहता है, ദാവീദ് പറയാണ്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, मेरा उठना मेरा बैठना तू जानता है, എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു, मेरे हृदय के आग्रह को तू दूर से ही जानता है, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, मेरा चाल चलनों को तू शोधना परखता
है, എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. मेरे रास्ताओं को सब तू जानता है. അപ്പം ഈ കാര്യം അപ്പോൾ ഇവിടെ താൻ പറയുന്ന പറഞ്ഞാല് ഇവിടെ ഈ അറിയുന്ന ഈ അറിവ്, ആ അറിവിനെ കുറിച്ച് പറയുന്നത് താൻ പറയുന്നത് പിന്നെ ആ അറിവ് എനിക്ക് അത്യത്ഭുതമാകുന്നു, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. और ये वाक्य 6 में ये ज्ञान जो परमेश्वर मेरे ऊपर उनका नजर हमेशा है, ये ज्ञान जो परमेश्वर मेरे ऊपर रखा है, ये बहुत बड़ा विचार है जो प्रभु मुझ पर रखा है. അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ കൊണ്ട് ഉന്നതമായിരിക്കും. और वो मैं समझ भी नहीं सकता क्योंकि उतना ऊंचा है वो. ഈ ദൈവത്തോടായി ദാവീദ് ഇപ്പൊ പറയുന്നത്, കർത്താവേ ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമെന്ന്. ये महान परमेश्वर की उपस्थिति में दाऊद आकर क्या कहता है कि मेरे हृदय को तू परख. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തോട് വാസ്തവമായിട്ട് ഇങ്ങനെയൊന്ന് പറയാനായിട്ടുള്ള പ്രാഗൽഭ്യമുണ്ടോ? हे प्रियो, क्या प्रभु की उपस्थिति में आकर क्या हम इस तरह का धैर्य रखते हैं? क्या प्रभु मेरे मनों को शोध परखने का अवस्था का प्रार्थना कर सकते हैं? क्या നമ്മളോട് തന്നെ ചോദിക്കണം. हमें अपने आप को पूछना है. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ആരുടെയും ഹൃദയത്തെയോ നിങ്ങളുടെ ജീവിതത്തെയോ ദുഃഖിപ്പിക്കാൻ വേണ്ടി പറയല്ല. നമ്മളോട് തന്നെ ചോദിക്കണം, ഇന്ന് എനിക്ക് അതിനുള്ള പ്രാഗൽഭ്യമുണ്ടോ? എൻ്റെ ദൈവമേ, അവിടുന്ന് എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യണം. എൻ്റെ നടപ്പൊക്കെ നിനക്കറിയാമല്ലോ. അപ്പം എൻ്റെ നടപ്പും എൻ്റെ ചിന്തകളും എൻ്റെ ഭാവനകളും എല്ലാം കർത്താവേ അവിടുന്ന് ശോധന ചെയ്യണമെന്ന് ദൈവത്തോട് പറയാനുള്ള പ്രാഗൽഭ്യം. പറയാൻ അങ്ങനെയൊന്നും ഇല്ലെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിലേ അങ്ങനെ പറയാൻ പറ്റൂ. तो ये अवस्था में समझना, ये मैं जब मैं बोलते समय में आपको डराने के लिए या दुखी करने के लिए नहीं, बल्कि ये सिर्फ परखने के लिए है. प्रभु की उपस्थिति में आते समय में क्या खुला मन से बोल सकते हैं कि प्रभु आप मुझे जांचो और परखो, क्या मैं आपकी उपस्थिति में एक सीधा और एक सच्चा आत्मिक जीवन जी पा रहा हूँ कि नहीं. जो ऐसा जी रहे हैं उनको तकलीफ नहीं है ऐसा बोलने के लिए. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ അതിനുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ വാസ്തവമായിട്ടും ദൈവസന്നിധിയിൽ ജയാളികളായി ജീവിക്കുന്നവരാണെന്നുള്ളൊരു തെളിവാണ്. तो अगर हमारे अंदर ही उसका जवाब है, एक शांति का जवाब है, उसका उत्तर है कि हम बोल सकते हैं, तो उसी का मतलब वो विश्वासी एक विजयी जीवन जी रहा है. ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ള ഒരു ശൈലിയാണ്, ഒരു ജഡീക ശൈലിയാണോ ആത്മീക ശൈലിയാണോ അവലംബിക്കുന്നത് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. तो आज का विषय हमें इसलिए समझना है कि हम किस रीति से हम अपना जीवन जीते हैं. क्या हम आत्मिक स्वभाव से जी रहे हैं या शारीरिक स्वभाव से जी रहे हैं? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ആത്മാവിന്റെ പ്രേരണയാണോ അതോ ജഡത്തിന്റെ പ്രേരണയാണോ? हम जीते समय में जो निर्णय लेते समय में वो कहाँ से आता है? क्या आत्मा के प्रेरणा से निर्णय ले रहे हैं या शरीर के प्रेरणा से निर्णय ले रहे हैं? ആത്മാവിൽ നമുക്ക് ദൈവഹിതം നിറവേറ്റുന്നതിനുള്ള ഉത്സാഹമാണോ അതോ ജഡത്തിൽ നമ്മൾ നമ്മുടെ അഭിലാഷങ്ങളെ പൂർത്തീകരിക്കുന്നതിനുള്ള ആഗ്രഹമാണോ? तो आत्मा में हमें प्रभु का राज्य का और महिमा का इच्छा पूरा करने का वो इच्छा से हम निर्णय ले रहे हैं, या पाप में शरीर में हम जीकर हमारे शारीरिक अभिलाषाओं को और उत्तेजना को उस बातों को पूरा करने का अभिलाषा से हम अपने शरीर की इच्छा को हम जी रहे हैं? നമ്മളൊന്ന് ശരിയായിട്ടുള്ള ഒരു പരിശോധന നടത്തുകയാണെങ്കിൽ നമ്മൾ അനേക കാര്യങ്ങളും ചെയ്യുന്നതിന്റെ പിന്നിൽ ജഡമാണെന്ന് കാണാൻ കഴിയും. हमें बहुत बातों का जब हम परखने जब जाएंगे हमें मालूम पड़ेगा कि बहुत से बातें शारीरिक स्वभाव के प्रेरणा से था. അങ്ങനെയുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് നഷ്ടമായി തീരുകയില്ല. अगर ऐसा होगा तो वो सब हम नष्ट हो जाएगा. നിത്യതയിൽ നമുക്ക് ഒരു പ്രയോജനമില്ലാതായിരിക്കും. अनंतता में उसका कोई फायदा नहीं होगा. നമ്മൾ അതിനുവേണ്ടി ചിലവിട്ടതും കഷ്ടപ്പെട്ടതും എല്ലാം വെറുതെ ആയിരിക്കും. उसके लिए हमने जो भी कष्ट किया, मेहनत किया, वो सब व्यर्थ हो जाएगा. നമ്മൾ ഗലാത്യലേഖനം 6-ാം അധ്യായം 7-8 വാക്യം വായിക്കുമ്പോൾ गलतियों का पुस्तक उसका 6वां अध्याय उसका 7 और 8 में हम पढ़ते हैं. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിധിക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്നും നിത്യജീവനെ കൊയ്യും. पढ़ेंगे. धोखा न खाओ, हाँ. परमेश्वर थट्टों में नहीं उड़ाया जाता, क्योंकि मनुष्य जो कुछ बोता है वही काटेगा. क्योंकि जो अपने शरीर के लिए बोता है वह शरीर के द्वारा विनाश की कटनी काटेगा, और जो आत्मा के लिए बोता है वह आत्मा के द्वारा अनंत जीवन की कटनी काटेगा. അപ്പോൾ ആത്മാവിൽ നിന്നും വരുന്നത് മാത്രമേ നിത്യമായി നിലനിൽക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കലും മറക്കല്ലേ. तो आत्मा से उत्पन्न होने वाला सभी बातें अनंत जीवन के लिए है करके ये सच्चाई को आप कभी ना भूले. അപ്പോൾ നാം ചെയ്യുന്നത് അനുസരിച്ചാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള സത്യവും മറക്കരുത്. और हम जिस रीति से जो हम इस दुनिया भूमि में हम करते हैं उसके हिसाब से हमें प्रतिफल भी मिलेगा, उसका फल मिलेगा, ये बात भी ना भूले. അപ്പോൾ നമ്മള് പിന്നെ നെല്ല് വിതച്ചിട്ട് ഗോതമ്പ് കൊയ്യാൻ കാത്തിരുന്നാൽ അത് നമുക്ക് ലഭിക്കുകയില്ല. हम लोग अगर चावल का बीज डालेगा और गेहूं मिलेगा अगर सोचेंगे तो फिर ऐसा कभी नहीं होगा. നമ്മൾ വിതയ്ക്കുന്നത് തന്നെയായിരിക്കും നമ്മൾ കൊയ്യുന്നത്. हम लोग जो बीज बोएगा उसी को हम कटनी काटेंगे. അപ്പോൾ നമ്മൾ പിന്നെ ഒബേദ്യാവിന്റെ പുസ്തകത്തിൽ പിന്നെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒബേദ്യ അത് എവിടെയാണെന്നറിയാം?
അറിയാമോ? हम लोग ओबेद्या का पुस्तक में हम पढ़ते हैं, ओबेद्या कहाँ पर आएगा? അത് നിങ്ങൾക്ക് പിന്നെ കിട്ടാൻ ചിലപ്പോൾ ഇത്തിരി വിഷമമുണ്ടായിരിക്കും. हम लोग को मिलने के लिए शायद थोड़ा मुश्किल हो जाएगा. ആമോസ് കഴിഞ്ഞ് വരുന്ന പുസ്തകമാണ് ഒബേദ്യ. तो वो आमोस के बाद है वो, അല്ലെങ്കിൽ യോനായ്ക്ക് മുമ്പ്. या फिर योना के पहले. അതിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ उसका 15वां वाक्य जब हम पढ़ते हैं, യഹോവയുടെ നാട് അടുത്തിരിക്കുന്നു, നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോടും ചെയ്യും, നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോട് ചെയ്യും, നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ മടങ്ങി വരും. पढ़ेंगे. क्योंकि सारी जातियों पर यहोवा के दिन का आना निकट है, जैसा तूने किया है वैसे ही तुझसे भी किया जाएगा, तेरा व्यवहार लौटकर तेरे ही सिर पर पड़ेगा. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന ഓരോരുത്തരും ചെയ്യുന്നതനുസരിച്ചാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്. तो इसके लिए हमें एक बात समझना है कि एक एक जन जो जैसा करता है उसके हिसाब से उसको वापस में काटना पड़ेगा. അത് നിനക്ക് തന്നെ കിട്ടാൻ പോകും. वो उसी को ही जो किया है उसी को ही मिलेगा. അത് വളരെ വ്യക്തമായ ഒരു കാര്യം. वो एकदम स्पष्ट रूप की बात है वो. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഒരു നല്ല ഫലമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ നല്ലത് ചെയ്യാവൂ. तो अगर हमको अच्छा फल का आग्रह है तो अच्छा कार्य करना पड़ेगा. നമ്മൾ തെറ്റായിട്ടുള്ള എന്തെങ്കിലും ചെയ്തേച്ചും നമ്മൾ അതിൽ നിന്ന് ഒരു നല്ല ഫലം ആഗ്രഹിച്ചാൽ അത് നമുക്ക് ലഭിക്കുകയില്ല. तो हम लोग कुछ गलत काम करके हम लोग अच्छा फल चाहिए करके बोलकर गलत काम करेगा तो वो कैसा होगा? ഒരു വിശുദ്ധനിൽ നിന്നും എപ്പോഴും പുറപ്പെടേണ്ടത് വിശുദ്ധമായ കാര്യങ്ങൾ തന്നെയായിരിക്കണം. വിശുദ്ധനിൽ നിന്നും എപ്പോഴും അശുദ്ധമായതേ പുറപ്പെടൂ. एक पवित्र जन से हमेशा पवित्र बातें ही उसके बातों से कार्यों से उत्पन्न होता है. एक बुरा व्यक्ति या फिर अशुद्ध व्यक्ति हमेशा अशुद्ध ही कार्य करता है. ഞാൻ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, मैं एक और बात आपको याद दिलाना चाहता हूँ. നമ്മൾ വിതയ്ക്കുന്നതിനേക്കാളും അധികം കൊയ്യും. हम लोग जितना हम लोग बोते हैं उससे भी अत्यंत ज्यादा हम फल कटने को काटेंगे. അല്ലെ, നമ്മൾ വിതയ്ക്കുന്നത് ഒരു പറയാണെങ്കിൽ കൊയ്യുന്നത് 100 പറയൊക്കെ ആയിരിക്കും. हम लोग अगर बीज बोते समय में थोड़ा एक हाथ का मुट्ठी रहेगा, लेकिन जब उसको काटते समय में देखो कितना बड़ा फसल हम काटते हैं. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്ന ഓരോന്നിനും അതിൻ്റെ നമ്മൾ ചെയ്തതിൻ്റെ ആ പ്രതിഫലം നമ്മുടെ തലയിലേക്ക് മടങ്ങി വരുമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ എത്ര സൂക്ഷിച്ച് വേണം ചെയ്യാൻ. तो हम लोग एक एक कार्य हम करते हैं समय में सिर्फ वही कार्य जो हम करते हैं वो कार्य का हिसाब या उसका जो कठिनाई है वो कितना लंबा बड़ा बातें काटना पड़ेगा हमें. അതുകൊണ്ട് തന്നെ ദൈവമക്കളെ, നമ്മൾ ഒരിക്കലും ആർക്കും ദോഷമായിട്ടൊന്നും ചെയ്യരുത്, ആർക്കും ദോഷമായിട്ടൊന്നും പറയരുത്. അതെല്ലാം നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് അനേക മടങ്ങളായി മടങ്ങി വരുന്ന ഒരു സമയമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. इसके लिए हम लोग किसी का भी बुरा ना सोचे या बुरा ना करें, क्योंकि जिस दिन हमने ऐसा कर दिया हमें ये बात ना भूले कि उसका कटने का एक दिन आएगा, जो कटनाई का दिन रहेगा उस दिन हमें उसका बहुत बड़ा वो उसका अवस्था को हमें झेलना पड़ेगा. നമ്മൾ ഹോശേയ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ വായിക്കുന്നുണ്ട്, അവർ കാറ്റ് വിതച്ചു ചുഴലിക്കാറ്റ് കൊയ്യുമെന്നാണ്. കാറ്റ് വിതച്ചിട്ട് ചുഴലിക്കാറ്റ് കൊയ്യും എന്ന് പറഞ്ഞാൽ അത് എത്ര ഭീകരമാണെന്നാണ് അവിടെ വർണ്ണിക്കുന്നത്. അതിന്റെ ആദ്യ ഭാഗമാണ് होशेया 8 അതിന്റെ आद्य भाग. होशेया का पुस्तक उसका 8वां अध्याय उसका 7 का शुरुआत भाग में हम देखते हैं. होशेया 8 का 7 का शुरुआत का भाग उन्होंने क्या बोया? वे वायु बोते हैं और वे भवंडर दबेंगे. देखो, അപ്പോൾ നമ്മൾ ചിന്തിക്കണം, അവര് എന്താണ് വിതച്ചത്? കാറ്റ് വിതച്ചു, ചുഴലിക്കാറ്റ് കൊയ്തു. वो लोग ने तो सिर्फ हवा को बोया था, लेकिन उन लोगों को क्या मिला? भवंडर उनका उत्पन्न हुआ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് നമ്മൾ വിതയ്ക്കുന്ന രീതിയിലല്ല, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത നിലയിലായിരിക്കും അതിന്റെ ഭവിഷ്യത്ത് നമ്മൾക്ക് ഉണ്ടാകാൻ പോകുന്ന പറഞ്ഞതിന്റെ കാരണം. मतलब उसका कहने का विषय क्या है? हमने जो बोया रहेगा उसका फल का हमने कभी क्या रहेगा, अवस्था क्या है हमने कभी सोचा नहीं होगा. जितना भी जिससे सोचा उससे भी एकदम बड़ा बात रहेगा जो हमारे ऊपर हावी होकर आएगा. ഈ വിശ്വാസി വന്നിട്ട് ആദ്യമൊക്കെ അത്ര ഒരു പിന്നെ ബോധപൂർവം ജീവിക്കാതെ ആത്മാവിനെ ജീവിക്കാതെ അനേക തെറ്റുകൾ ജീവിച്ചവര് കുറെ കഴിയുമ്പോൾ നമുക്കറിയാം വിതച്ച ഉടനെ ഇങ്ങോട്ട് കൊയ്യാൻ പറ്റിയല്ലോ. അതിന് ചില സമയമുണ്ട്, ആ സമയം കഴിയുമ്പോഴാണ് അതിന്റെ ഫലം ഉണ്ടാകുന്നത്. तो हम देखते हैं कि जो विश्वासी के आरंभ में हम जीते समय में हम बहुत सारा गलतियों में या फिर गलत फहमियों में बातें हम लोग करते हैं. तो उसमें हम देखते हैं कुछ समय के बाद या कुछ सालों के बाद तुरंत ऐसा नहीं होता है. तो फल का कटनाई का समय में समय रहता है. तो वो बहुत समय के बाद हम देखते हैं उनके जीवन में उसका फल का अवस्था उनको देखने को मिलता है. ചിലരിങ്ങനെ നല്ലതായിട്ട് അവരുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി അവർ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊടുങ്കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൊടുങ്കാറ്റ് വരുമ്പോൾ എവിടെ നിന്നാണ് വന്നേ? ഞാൻ
ഞാൻ അങ്ങനെ ഒന്നും ദോഷമായിട്ട് ചെയ്തില്ലല്ലോ എന്നൊക്കെ പലരും ചിന്തിച്ച് വിഷമിക്കാറുണ്ട്. तो कुछ तो ये उन लोग का अवस्था क्या होता है, ये लोग फिर आगे चलकर जब अच्छा रीति में वो लोग जीने के लिए शुरू करते हैं, एकदम भक्ति के साथ प्रभु की उपस्थिति में ईमानदारी के साथ जीते समय में अचानक भवंडर उनके जीवन में आ जाता है, तो वो लोग सोचने लगते हैं अरे भवंडर मेरे जीवन में कैसा आया, क्योंकि भवंडर को मैं जीने के लिए मैंने ऐसा कुछ भी मैंने किया नहीं था, फिर क्यों ऐसा आया, ऐसा विचार करते हैं. കാരണം ഈ നാളുകളിൽ ഞാൻ വളരെ ഭക്തനായിട്ടാണല്ലോ ജീവിക്കുന്നത്, क्योंकि ഭക്തയായിട്ടാണല്ലോ ജീവിക്കുന്നത്. क्योंकि ये दिनों में मैं एकदम भक्ति पूर्वक में प्रभु आपकी उपस्थिति में जिया. പിന്നെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വലിയ 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 കൊടുങ്കാറ്റുകളൊക്കെ ഉണ്ടാകാൻ കാരണം എന്താണ്? फिर ऐसा क्यों है कि मेरे जीवन में इतना बड़ा भवंडर जैसा अवस्था आ रहा है प्रभु? ദൈവം എന്നോട് അന്യായം ചെയ്യുകയോ ആണോ? क्या परमेश्वर मेरे साथ अन्याय कर रहा है क्या? അപ്പോൾ ഇങ്ങനെ അവർ പലതും ചിന്തിച്ചിട്ട് അവർ വിഷമിക്കാറുണ്ട്. इस तरह ऐसे ऐसे विचारों को वो लोग सोच कर वो लोग दुखी हो जाते हैं. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മൂവാണ്ടമ്മ ഉണ്ട്, അത് 3 വർഷം കഴിഞ്ഞാൽ ഉടനെ കായ്ക്കും. എന്നാൽ ചില മാവ് 7-8 വർഷം കഴിഞ്ഞാൽ കായ്ക്കുന്നത്. हम देख മൂവാണ്ടൻ 3 വർഷത്തിന് ശേഷം. हमारे केरला में एक ऐसा एक फल है जो एक्चुअली 3 महीने में आम के समान है. वो आम का समान सॉरी एक आम का पेड़ है, एक खास आम का वैरायटी है आम में. वो ऐसा आम है जो फटक से 3 महीने में ही वो 3 साल के बाद. ओ सॉरी ओके या तो ये एक ऐसा आम है जो खास आम है जो 3 साल में ही उसका फल उत्पन्न होता है. कुछ आम ऐसा है कि 5 साल 6 साल लगता है. അത് നട്ട് കഴിഞ്ഞാൽ 3 വർഷം ആവുമ്പോൾ കായ്ക്കും. लेकिन ये आम का वैरायटी ऐसा आम है जो 3 साल में बीज आया तो तुरंत 3 साल में उसका फल हमको मिलता है. ചില മാവിന് അത് എത്ര വർഷം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, ചിലപ്പോൾ 6 വർഷം 7 വർഷം 10 വർഷം കഴിഞ്ഞായിരിക്കും കായ്ക്കും. कुछ आम का वैरायटी ऐसा भी होता है कि हम नहीं जानते कब उसका फल उत्पन्न होगा, कभी 6 साल कभी 10 साल, उससे भी ज्यादा लगता है. എന്നാൽ ഇതിനെക്കുറിച്ച് പറയുന്നത് മൂവാണ്ടൻ മാവുന്ന 3ാമത്തെ വർഷത്തിൽ കായ്ക്കും. तो ये आम को इसको मलयालम में उसको 3 वर्ष आम को नाम दिया गया क्योंकि 3 साल के बाद तुरंत ये पक्का फल देता है. ഞാൻ പറയുന്ന സാധനം നമ്മൾ ചെയ്തതിന്റെയൊക്കെ ഫലം എപ്പോഴാ അതിന് തിരിച്ചു വരുന്നത്, അതൊക്കെ ദൈവത്തിനൊരു കണക്കുണ്ട്. ദൈവം വെച്ചിരിക്കുന്ന കണക്ക് പ്രകാരമായിരിക്കും ദൈവം തരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോഴത്തേക്കും വിഷമിക്കേണ്ട, നമ്മൾ പണ്ട് വെച്ചതാ ഇപ്പൊ കൊയ്ത് ഇത്ര മനസ്സിലാക്കിയാൽ മതി. तो फिर इसके लिए मैं बताना क्यों चाह रहा हूँ, दृष्टांत मैंने क्यों लिया, क्योंकि हम जो बोते हैं उसका फल का समय जो है, उसका कटनाई का समय जो है वो परमेश्वर जानता है. परमेश्वर ने उसको नियुक्त करके रखा है. वो सब समय परमेश्वर अपने सही समय में हमारा फसल का जो भी उसका फायदा है वो प्रभु हम देगा. इसलिए आज हमने जो बोया रहेगा, आगे जाकर हमें जो उसका कटनाई का अवस्था जो हमारे ऊपर आया है उसमें हमें डरने का या घबराने का बात नहीं है, क्योंकि जो हमने बोया है वो ही हम काट रहे हैं. യുവക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ രക്ഷിക്കപ്പെടുന്നത് വരെയുള്ള പാപവും അതിന്റെ ശിക്ഷയും കാര്യങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചു. അതൊന്നും നമ്മളെ ബാധിക്കില്ല. हम देखो एक बात हमें समझना है, तत्व यहाँ पर एक आता है कि जब हम नया जन्म पाने के पहले तक या जिस दिन हमने नया जन्म पाया उसके पहले का उसके पिछले दिनों का जितना भी पाप है, उसका कार्य है, उसका इफेक्ट है, वो सब हम पर नहीं करेंगे, क्योंकि वो सब हमने अज्ञानता में किया था. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം നമ്മൾ വാസ്തവത്തിൽ ചെയ്തതിന് എല്ലാത്തിനും നമ്മൾ ക്ഷമ പ്രാപിച്ചു. എന്നാലും നമ്മൾ ചെയ്ത തെറ്റിന് നമുക്ക് ശിക്ഷയുണ്ട്. तो हम लोग उद्धार पाने के बाद जिस दिन से हमने नया जन्म हुआ है उस दिन से लेकर आगे तक का जो भी कार्य रहेगा उसका फल हमको मिलेगा. उसका जो जैसा हमने बोया उसका अवस्था को काटना पड़ेगा. भले हमने क्षमा मांगा हो और क्षमा मिला भी है, फिर भी हमें उसका भुगतान करना पड़ेगा. നമ്മളിപ്പോൾ വളരെ ആത്മീയ സന്തോഷത്തിലാണ്. നമുക്ക് രക്ഷയുടെ സന്തോഷമൊക്കെ നല്ല ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക വളരെ ശക്തമായിട്ട്. എന്നാലും നമ്മൾ ചെയ്തതിനൊക്കെ അതിൻ്റെതായിരിക്കുന്ന ഒരു അനുവാദവും കണക്കും ദൈവത്തിനുണ്ട്. അതനുസരിച്ച് ദൈവം നമ്മളോട് ഇടപെടും. तो आज हम लोग वो विश्वासी जीवन का एकदम आनंद में एकदम उत्तेजना में हम जीते रहेगा, लेकिन किया हुआ पिछले दिनों के किए हुए कार्यों का जो कठिनाई है या फिर जो अवस्था है वो प्रभु ने उसका एक रेखा रखा है, उसका सीमा प्रभु ने रखा है. प्रभु उसका सही समय पर उसका फसल काटने का अवस्था हमारे ऊपर लाएगा. ഇത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളുടെ പിന്നിലൊക്കെ ദൈവത്തിന് വലിയ വലിയ ഉദ്ദേശങ്ങളുണ്ട്. केवल यही नहीं, हमारे जीवन में आने वाला कष्ट और प्रतिकूल में भी परमेश्वर का उसके बीच में बहुत बड़ा उद्देश्य है. इसके लिए प्रभु देता है. എല്ലാ കഷ്ടങ്ങളും നമ്മൾ ചെയ്ത തെറ്റിന്റെ കാരണം മാത്രമല്ല, നമുക്ക് കൂടുതൽ തേജസ് നമുക്ക് ലഭിക്കുവാനും കൂടുതൽ പ്രതിഫലത്തിന് നമ്മൾ പാത്രമാകാനൊക്കെ ആയിട്ട് അനേക കഷ്ടങ്ങളിലൂടെ വിശ്വാസത്തിന്റെ ശോധന, നാനാ പരീക്ഷ, ഇതൊക്കെ നമുക്ക് കടന്നു വരും. അതുകൊണ്ട് എല്ലാം നമ്മൾ ചെയ്ത തെറ്റിന്റെ ആണെന്ന് മാത്രം നമ്മൾ ചിന്തിച്ച് ഭാരപ്പെടണ്ട. सब प्रकार का कष्ट हमारे गलती की वजह से है करके ऐसा कभी नहीं सोचना. कुछ कष्ट ऐसा हो सकता है कि हमारा विश्वास को परखने के लिए,
इसलिए चारों तरफ से हमें कष्ट और आपत्ति आएगा। ये सब क्यों है? हमारे विश्वास को परखकर हमें आने वाले राज्य में एक उत्तम महिमा, उत्तम सिंहासन, उत्तम मुकुट, ये सब उधर राज्य में श्रेष्ठता के लिए प्रभु कभी कभी हमारे जीवन में फर्क का अवस्था का लाएगा। वो हमारे गलती की वजह से नहीं रहेगा, प्रभु हमको महिमा देने के लिए करता है। കാരണം നമ്മള് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളോട് കൂട്ടായ്മ ഉള്ളതനുസരിച്ച് നമുക്ക് അവരോടുകൂടെ രാജ്യഭരണത്തിലും നമുക്ക് കൂടുതൽ കൂടുതൽ പദവികളും അതിന്റെ അടുപ്പമൊക്കെ ഉണ്ടാവും। आमीन। क्योंकि आज दुनिया में जीते समय में मसीह के कष्ट के साथ हम लोग कितना सहभागी होते हैं, उतना ही प्रभु के राज्य में उनका महिमा और उनका सिंहासन और उनके राज्य के साथ हम उनके नजदीक रहेंगे। എന്നാൽ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ ഒരിക്കലും ഒരു തെറ്റായി മറ്റുള്ളവർക്ക് വേണ്ടി ദോഷം വരുന്ന രീതിയിൽ ഒന്നെങ്കിലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതിരിക്കാൻ നമ്മൾ വളരെ സൂക്ഷിക്കണം। इसके लिए हम एक विश्वासी होने के नाते एक आत्मिक जीवन में जीते समय में दूसरों के लिए कोई भी रीति का दोष या हानि ना पहुंचाए, ऐसा बातों में हमें संभालना है। കാരണം നമ്മള് വായിച്ചല്ലോ വിതയ്ക്കുന്നത് കൊയ്യും। क्योंकि हमने पढ़ा जो हमने बोया वही हम काटेंगे। നമ്മള് സദൃശ്യവാക്യം 22:8 അതിന്റെ ആദ്യ ഭാഗത്ത് വായിക്കുന്നുണ്ട്। സദൃശ്യവാക്യം 22:8 അതിന്റെ ആദ്യ ഭാഗം, प्रोवर्ब्स उसका 22 का 8 का आखिरी भाग में हम पढ़ते ആദ്യ हैं। ഭാഗം പല ഭാഗം पहला भाग 8 प्रोवर्ब्स 8 का 20 का पहला भाग 20 का नहीं 22 का 8 का सॉरी प्रोवर्ब्स 22 का 8 का पहला भाग। നീതികേട് വിതയ്ക്കുന്നവൻ ആപത്ത് കൊയ്യും। ശ്രദ്ധിക്കണേ, നീതികേട് വിതയ്ക്കുന്നവൻ ആപത്ത് കൊയ്യും। पढ़ेंगे। जो कुटिलता का बीज बोता है वह अनर्थ ही काटेगा। हाँ, अनर्थ काटेगा। അപ്പോൾ നമ്മൾ ഒരിക്കലും നീതികേട് ചെയ്യാൻ പാടില്ല। इसलिए हम लोग कोई भी अधर्म की बातें ना करें। നമ്മൾ നീതിമാന്മാരാണ്, क्योंकि हम लोग धर्मी जन है, നമ്മൾ നീതി ചെയ്യേണ്ടവരാണ്, हम लोग धर्म का काम करने का के लिए बुलाए गए हैं। നമ്മളിൽ നിന്നും നീതികേട് വന്നാൽ അത് നമ്മൾക്ക് തന്നെയായിരിക്കും ദോഷം। तो अगर हमसे अधर्म का बातें कुछ भी बातें अगर प्रकट होगा तो उसका दुख उसका ही हमें ही नुकसान उठाना पड़ेगा। അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ ഫലം നമ്മുടെ മക്കളോ നമ്മുടെ നമ്മുടെ ഭാര്യയോ മറ്റു ബന്ധുക്കളോ ഒന്നും അല്ല അനുഭവിക്കുന്നത്, നമ്മൾ തന്നെയായിരിക്കും। तो हमने जो कार्य किया है उसका फल का कटनाई को हम ही काटेंगे। हमारे बच्चे या पत्नी या वो लोग दूसरा और कोई नहीं काटेगा। നമ്മൾ സംഖ്യാപുസ്തകം 32-ാം അധ്യായം 23-ാം വാക്യത്തിന്റെ അവസാനം വായിക്കുന്നത്, संख्या का पुस्तक उसका 32 का 23 का आखिरी भाग, നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും। നിങ്ങളുടെ संख्या नंबर्स 32 का 23 उसका लास्ट पार्ट, നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും। उसका 32 का 23 का आखिरी भाग में हम पढ़ते हैं नंबर्स गणना। यदि तुम ऐसा न करो तो यहोवा के विरुद्ध पापी ठहरोगे और जान रखो कि तुमको तुम्हारा पाप लगेगा। അപ്പോൾ നിങ്ങളുടെ പാപത്തിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കും। तो तुमने जो पाप किया है वो उसका पाप का फल तुम ही अनुभव करोगे। അപ്പോൾ നമുക്ക് ഇത്രമാത്രം ശക്തമായ നിലയിൽ ദൈവവചനം കാര്യങ്ങൾ വ്യക്തമാക്കി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര സൂക്ഷ്മതയുള്ളവരായിരിക്കും। तो इसके लिए हमें इतना गंभीर रीति से स्पष्ट रीति से प्रभु का वचन हमको चेतावनी देकर हमें बताया है, तो कितना हम लोग संभाल के हमें जीना है। വീണ്ടും ജനിച്ച ദൈവമക്കൾ എപ്പോഴും ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് അഭ്യസിക്കണം। अതാണ് നാം ചെയ്യേണ്ടത്। इसके लिए नए जन्म पाए हुए विश्वासी सभी लोग आत्मा को बात को सुनने का या ये उसका आदत हमें रखना है, उसका अभ्यास हमें करना है, इसी में रीति में हमें चलना है। അപ്പോൾ ആത്മാവിനെ നമ്മൾ ഇന്നലെയും അവസരം കാണുകയുണ്ടായല്ലോ, ഫിലിപ്പോസിനോട് ആത്മാവ് പറഞ്ഞതുപോലെ അവൻ ചെയ്തു। हमने कल भी हमने सुना फिलिपोस के विषय में, आत्मा ने उसको बोला और वो रथ के पास वो और बोलने के लिए बोला और वो उधर गया, वो सब किया। പത്രോസിനോട് ആത്മാവ് പറഞ്ഞു, ആത്മാവ് പറഞ്ഞതുപോലെ പത്രോസ് ചെയ്തു। पत्रोस के जीवन में पत्रोस को प्रभु ने कहा, आप लोग प्रेरितों के 10 में हमने पढ़ा था, पत्रोस को आत्मा ने कहा और पत्रोस ने वैसा किया। നമ്മള് പൗലോസിനോടും ശിലാസിനോടും ആത്മാവ് പറഞ്ഞു നിങ്ങൾ വചനം പറയരുത്, അവര് പറഞ്ഞില്ല, അവരുടനെ അത് അനുസരിച്ചു। हम लोग पौलोस और शिलास के विषय में जीवन में भी देखते समय में प्रभु ने उस गांव में जाते समय में वचन नहीं बांटो करके बोला, आत्मा ने उनको रोका और वो लोग ने नहीं बांटा। നമ്മളൊരു കാര്യം, നമ്മൾ ആത്മാവ് പറയുന്നതിനെ അനുസരിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം। इसलिए आत्मा हमसे जो कहता है वो बात सुनकर करने का एक मनोभाव ना हमारे अंदर होना चाहिए। നമ്മൾ ആത്മാവിനെ അനുസരിക്കാതെ വരുമ്പോഴൊക്കെ പിന്നീട് നമ്മൾ അനുസരിക്കുന്നത് ജഡത്തെയാണ്। क्योंकि आत्मा को अगर हम नहीं सुनेंगे तो फिर हम किसका सुनते हैं? शरीर का सुनते हैं। അതുകൊണ്ടാണല്ലോ നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ, इसलिए रोमियो का पुस्तक 8 का 13 में जब हम पढ़ते हैं, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം,
ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. यदि तुम शरीर के अनुसार दिन काटोगे तो मरोगे, यदि आत्मा से देह की क्रियाओं को मारोगे तो जीवित रहोगे. അപ്പോൾ ഇതുവരെയും നമ്മൾ ശരീരത്തിന്റെ രക്ഷ അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് വന്ന് നമ്മളെ തന്റെ അടുക്കൽ ചേർത്തിട്ടില്ല. तो अभी तक हमारा शरीर का उद्धार यानी कि प्रभु का आगमन आकर प्रभु हमें लेकर जाकर हमें जो महिमा देगा वो अवस्था अभी तक हुआ नहीं है. നമുക്കിപ്പോഴും ഒരു വലിയ യുദ്ധമുണ്ട്. क्योंकि आज भी हमें अभी भी हमें बहुत बड़ा युद्ध है. നമ്മൾ എപ്പോഴും ജഡത്തിനെ അനുസരിച്ച് ജീവിക്കണമെന്നാണ് ശത്രു ആഗ്രഹിക്കുന്നത്. क्योंकि शैतान और शत्रु हमेशा यही चाहता है कि हम हमेशा हमारा शरीर और उसके अभिलाषा के अनुसार जिए. എന്നാൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ആത്മാവിനെ അനുസരിച്ച് ദൈവഹിതം അറിഞ്ഞ് അതിൽ ജീവിക്കണം. लेकिन प्रभु का आग्रह यही है कि हम आत्मा के अनुसार और उनका राज्य की इच्छा के अनुसार हम जिए. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ആരെ അനുസരിക്കുന്നു? इसके लिए आज हम किसका सुनते हैं? എങ്ങനെ ഒരു ജീവിതശൈലിയാണ് ഞാൻ അവലംബിക്കുന്നത്? किस तरह का एक जीवन का शैली को मैं प्रकट करके दिखाता हूँ. കാരണം ഇന്ന് അനേക മോഹങ്ങൾ നിവർത്തിച്ചുകൊണ്ട് ജഡീകമായ രീതിയിൽ ജീവിച്ചുകൊണ്ട് അവര് ആത്മീയരാണെന്ന് പുറമേ കാണിക്കും, പക്ഷെ അവര് ദൈവവുമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു ബന്ധം അവർക്ക് അകത്തില്ല. क्योंकि आज बहुत से लोग अपना शारीरिक अभिलाषाओं में वो लोग डूब कर उसी में जी रहे हैं. आत्मिक करके बाहर दिखाकर जीते हैं लेकिन अंदर शरीर का बातों को सुनकर जी रहे हैं. അതുകൊണ്ട് നമ്മള് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ഗലാത്യർ 5:16-17 വാക്യം. गलातियों का पुस्तक उसका 5वां अध्याय उसका 16 और 17. गलेशियंस चैप्टर 5 16-17. आत्मा के अनुसार चलो तो तुम शरीर की लालसा किसी रीति से पूरी न करोगे, क्योंकि शरीर आत्मा के विरोध में और आत्मा शरीर के विरोध में लालसा करता है और ये एक दूसरे के विरोधी है, इसलिए कि जो तुम करना चाहते हो वो न करने पाओ. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഞാൻ ആത്മാവിനെ അനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നതെന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. इसके लिए आज हम लोग आत्मा के अनुसार हम जी रहे हैं कि नहीं, ये बात हमको समझना है. നാം എല്ലാവരും കർത്താവിന്റെ ആത്മാവിനെ പ്രാപിച്ചവരാണ്. हम लोग सब लोग प्रभु का आत्मा प्राप्त किए हुए लोग हैं. അങ്ങനെ പ്രാപിച്ച നമുക്ക് ഒരു വലിയ കർത്തവ്യം നമ്മൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. इसके लिए आज ऐसा लोगों का जिम्मेदारी यही रहता है कि हम आत्मा क्या कहता है वही हम बात को सुनकर जिए. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല. अगर ऐसा रहेगा तो शरीर की अभिलाषाओं को पूरा नहीं करेंगे. കാരണം ഈ ജഡത്തിന്റെ അഭിലാഷ എന്നുള്ളത് എപ്പോഴും ആത്മാവിന്റെ അഭിലാഷയ്ക്ക് തികച്ചും വിരുദ്ധമായിരിക്കണം. क्योंकि हमने पढ़ा कि शरीर का अभिलाषा जो है वो आत्मा के एकदम विरुद्ध है. അപ്പോൾ നമ്മൾ इന്ന് ആരെ അനുസരിക്കുന്നു? इसलिए आज हम लोग किसको मानते हैं? നമുക്ക് ആത്മാവിനാൽ ജഡത്തിന്റെ അഭിലാഷങ്ങളെ മരിപ്പിച്ചുകൊണ്ട് ഈ ജഡത്തെയും ആത്മാവിനാൽ ഭരിക്കപ്പെടുന്ന അനുഭവത്തിൽ ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ള വിഷയം. क्या हम लोग आज आत्मा की मदद से सारे शारीरिक अभिलाषाओं को उसको क्रूज पर चढ़ाकर आत्मा की इच्छा के अनुसार जीने के लिए हमें हो पा रहा है कि नहीं, ये हमें देखना है. നമ്മളൊരു കാര്യം, ഇന്നത്തെ ആത്മീയ ഗോളത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വരുന്ന ഒരു വലിയ അപകടകരമായ ഒരു മുന്നറിയിപ്പ് ഞാൻ നിങ്ങളോട് പറയാം. तो आज ये भूमि में हमें आत्मिक दुनिया में हम जो देखते समय में इस आत्मा का अवस्था को देखते समय में यहाँ पर क्या एक बहुत बड़ा चेतावनी को मैं आपको बताना चाहता हूँ. അതാണ് വ്യാജമായ വിശ്വാസവും കപടമായ വീണ്ടുജനനവും. एक है कि झूठा विश्वास और एक कपटी नया जन्म. വളരെ ശ്രദ്ധിക്കണേ, ध्यानपूर्वक सुनना. യഥാർത്ഥ വിശ്വാസികൾ അല്ലെങ്കിലും അവർ വിശ്വാസികളാണെന്ന് अभिनय मतलब सच्ची में उन लोग विश्वासी उन लोग है नहीं, लेकिन फिर भी उन लोग विश्वासी है बोलकर इस तरह का अभिनय कर कर झूठ का जीवन जी रहे हैं। പിന്നെ കപടമായ വീണ്ടും ജനനം എന്ന് പറയാൻ കാരണം അവർ വീണ്ടും ജനിച്ചില്ല, അവർ വീണ്ടും ജനിച്ചെന്നങ്ങ് പറയുക. और कपटी नया जन्म में क्यों बोल रहा हूँ? क्योंकि नया जन्म हुआ नहीं है, लेकिन लोगों को बोल रहे कि हमारा नया जन्म हुआ है. കാരണം അവർ വന്ന് ചിലപ്പം സഭയിൽ വന്ന് അവര് പിന്നെ സ്നാനമേറ്റ് കാണും. क्योंकि वो लोग कलीसिया में आकर बपतिस्मा लिया होगा. എന്നിട്ട് മറ്റുള്ള യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവരെക്കാളും അവർ വളരെ തീഷ്ണതയുള്ളവരായിട്ട് അവർ അഭിനയിക്കുകയും ചെയ്യും. और यहाँ तक कि एक नया जन्म पाया विश्वासी से भी ज्यादा उत्तेजना और वो लोग कार्यों को आत्मिक कार्यों में दिलचस्पी वो लोग दिखाके भी दिखाएंगे. അവരുടെ യഥാർത്ഥത്തിലുള്ള വിശ്വാസികളെക്കാളും അവർ വളരെ തീഷ്ണതയുള്ള എരിവുള്ള ഭക്തരായിട്ട് അവർ അഭിനയിക്കും. और एक सच्ची में नया जन्म पाया हुआ विश्वासी से भी ज्यादा वो लोग जलन और प्रभु का उत्तेजना को वो लोग ढोंग के रीति में वो लोग तसल्ली के रीति में बताएंगे. അവർ വേണമെങ്കിൽ പെട്ടെന്ന്
പെട്ടെന്ന് വചനം വായിക്കും, वो लोग शायद फटाक से वचन उठा के पढ़ने वाले लोग रहेंगे, അവർ വേണമെങ്കിൽ പെട്ടെന്ന് പ്രാർത്ഥിക്കും, वो लोग चाहिए तो फटाक से उठकर प्रार्थना करने वाले लोग रहेंगे, വേണമെങ്കിൽ എപ്പോഴും എഴുതി സാക്ഷ്യം പറയും. यहाँ तक कि फटाक से उठकर वो लोग गवाही भी देंगे, എന്നാൽ അവര് ദൈവത്തെ അറിയുന്നില്ല. लेकिन वो लोग प्रभु को नहीं जानते। ചെറിയൊരു കാര്യമുണ്ടെങ്കിൽ അവർ ഉടനെ തന്നെ അവരുടെ ആ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തും. और उनके जीवन में एक छोटा सा बात जो उनका विरोध अगर आ गया तो उनका असली स्वभाव फटाक से वो लोग प्रकट कराएंगे, ഉടനെ അവര് കോപിഷ്ഠരാകും. अचानक वो लोग गुस्से में आ जाएंगे, അവര് പിന്നെ ദൈവവചനം കേൾക്കത്തില്ല. वो ऐसा अवस्था में फिर वो लोग प्रभु का वचन को नहीं सुनेंगे, എന്നിട്ട് ദൈവദാസന്മാർക്കെതിരെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കും, और फिर प्रभु के दासों के खिलाफ बात करने लगेंगे, വിശുദ്ധന്മാർക്കെതിരെ അവർ സംസാരിക്കും, पवित्र लोगों के बारे में बुरा बोलेंगे, സഭയ്ക്കെതിരെ സംസാരിക്കും. कलीसिया के विरुद्ध बात करेंगे। ഇതെല്ലാം ഈ കപടമായിട്ട് വീണ്ടും ജനിക്കാതെ വീണ്ടും ജനിച്ചെന്ന് പറയുന്ന കപടഭക്തരുടെ ഒരു ചെറിയ ചിഹ്നമാണ്. ये एक कपटी स्वभाव दिखाने वाले जो कपटी भक्ति और झूठा विश्वास, मतलब क्या है, नया जन्म हुआ नहीं है लेकिन बोल रहे हैं कि नया जन्म है करके, ये स्वभाव दिखाने वालों का छोटा सा एक चिन्ह या उन लोगों का स्वभाव को मैं बताया। അങ്ങനെയുള്ള നമ്മൾ വളരെ സൂക്ഷിക്കണം. ऐसे लोगों से हमें संभालना है प्रियो। അവർ ചിലപ്പോൾ കൂട്ടായ്മയ്ക്ക് വരുന്നത് പോലും ബൈബിളുമായിട്ട് വരികയല്ലേ, ചിലപ്പോൾ മൊബൈലുമായിട്ട്. അവർ പറയുന്നത് ഞങ്ങളുടെ മൊബൈലിൽ ബൈബിൾ ഉണ്ടെന്ന്. तो वो लोग यहाँ संगति में आते समय में शायद वो लोग बाइबल भी लेकर नहीं आते, बस मोबाइल लेकर आके बोलते, क्यों उनके मोबाइल में बाइबल है बोलकर इसलिए ला रहे। എന്ന് പറഞ്ഞാൽ അവിടെ പോലും അവര് എത്രയോ പ്രാവശ്യം വഞ്ചിക്കപ്പെടുന്നുണ്ടെന്ന് അവർക്കറിയാം, എന്നിട്ട് പോലും അവരതൊന്നും അവർക്കൊരു വിഷയമല്ല. तो वो लोग कितने बार धोखा में गिर रहे करके वो लोग भी शायद जानते होंगे, लेकिन वो बात वो लोग कभी मानेंगे नहीं, उसी में गिरा रहते हैं। ഇന്നും വീണ്ടും ജനിച്ചെന്ന് പറഞ്ഞ് ദൈവവചനം കേട്ടോണ്ടിരിക്കുമ്പോൾ അവിടെ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കാണാൻ പറ്റും. आज भी नया जन्म पाया है करके बोलते हैं, और वचन जब उनको बांटते समय में वो लोग क्या करते हैं, पुस्तकों में वो लोग ड्राइंग करते रहते हैं, കുഞ്ഞുങ്ങളോട് കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. बच्चों के साथ खेलते हुए हम देखते हैं। ഇതെല്ലാം ഒരു യഥാർത്ഥ രക്ഷാനിർണയം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ഒരു അടയാളമല്ല. ये सब एक सच्ची में नया जन्म पाया हुआ विश्वासियों का एक चिन्ह या अवस्था नहीं है। ഇവരെല്ലാം കപടമായിട്ട് വീണ്ടും ജനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കപടതയായിട്ട് നടക്കുന്നവരാണ്. ये लोग सब लोग नया जन्म पाया है करके बोलकर एक कपटी जीवन जी रहे हैं। അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥ വീണ്ടും ജനിച്ചവൻ ദൈവത്തിന്റെ വചനം വളരെ ശ്രദ്ധയോടെ കേൾക്കും. इसलिए एक सच्चा नया जन्म पाया हुआ विश्वासी वास्तव में पूर्ण मन से वो वचन को सुनेगा। അവർക്ക് മാത്രമേ കർത്താവിനെ ശരിയായിട്ട് അനുഗമിക്കാൻ കഴിയൂ. कि वही लोगों को ही प्रभु का पीछे होने का मन उन लोगों को होगा। കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 14-ാം വാക്യവും അതിന്റെ 27-ാം വാക്യവും വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. यूहन्ना का सुसमाचार उसका 10वां अध्याय उसका पहला 14 पढ़ेंगे और फिर 27 पढ़ेंगे। यूहन्ना का सुसमाचार 10वां अध्याय पहला 14 फिर 27। അപ്പോൾ അതിന്റെ അവസാനം വായിച്ചാൽ മതി. പിന്നെ അപ്പം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നതുപോലെ എന്ന് പറഞ്ഞാൽ പിതാവ് എന്നെ അറിയുക. ഓക്കെ, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ഓക്കെ, മുഴുവൻ വായിക്കാതെ उसका 14 और 15 पढ़ेंगे। अच्छा ഇല്ല, चरवा 14 വാക്യം മാത്രം. हिंदी 15 ओके, 14 और 15। अच्छा चरवा मैं हूँ, मैं अपनी भेड़ों को जानता हूँ और मेरी भेड़ें मुझे जानती है, जैसे पिता मुझे जानता है और मैं पिता को जानता हूँ और मैं भेड़ों के लिए अपना प्राण देता हूँ। बस അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എൻ്റെ ആടുകൾ എന്നെ അറിയും. वहां पर हमने 14 में हमने क्या पढ़ा कि मेरा भेड़ मुझे जानते हैं, എന്നിട്ട് അതിന്റെ 27-ാം വാക്യം വായിക്കും. और फिर उसके साथ 27 में जब हम पढ़ते हैं, ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. पढ़ेंगे। मेरी भेड़ें मेरा शब्द सुनती है, मैं उन्हें जानता हूँ और वे मेरे पीछे पीछे चलती है। അപ്പോൾ നമ്മൾ യഥാർത്ഥമായിട്ടും നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇടയനെ കുറിച്ചുള്ള നല്ല അറിവുണ്ടാവും. इसके लिए अगर हम वास्तव में सच्चा रीति में अगर हमारा नया जन्म हुआ है तो हमारे चरवाह के बारे में हम अच्छा जानकारी और बोध्य रहेगा। അപ്പൊ നമുക്ക് നമ്മുടെ ഇടയനെ നമുക്ക് അറിയില്ല എങ്കിൽ പിന്നെ നമുക്ക് ആ ഇടയനെ അനുഗമിക്കാനും കഴിയും. तो यदि मेरा चरवाह कौन है करके अगर मुझे मालूम नहीं तो उस चरवाह का पीछा होने को भी मुझे नहीं हो पाएगा। യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നമ്മൾ കർത്താവിനെ അറിഞ്ഞ് നമ്മൾ ജീവിക്കുന്ന ജീവിതം. एक सच्चा मसीह जीवन बोला तो प्रभु को जानकर ही जीना है सच्ची मसीह जीवन। അതാണ് നമ്മൾ 2 തിമോത്തിയോസ് 1-ാം അധ്യായം 12-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പൗലോസിലെ പറയുന്ന ഒരു സാക്ഷ്യം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. അത്രയും ഭാഗം മതി. दूसरा तिमोथी उसका पहला अध्याय उसका 12वां वाक्य बीच में इस तरह एक शब्द लिखा है कि मैं जानता हूं मैंने किस पर विश्वास किया है। അപ്പോൾ കർത്താവിനെ അറിയാത്തവരും അവന്റെ ശബ്ദം കേൾക്കാത്തവരും അവന്റെ ആടുകളല്ല എന്നാ പറഞ്ഞതിന്റെ സാരം. जो प्रभु को नहीं जान, जो प्रभु का नहीं है और उसका भेड़ नहीं है, वो प्रभु का आवाज नहीं सुनता। അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, വീണ്ടും ജനിച്ച ഒരു ദൈവത്തിന്റെ പൈതലിൽ
എപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തിയാണ് വെളിപ്പെടേണ്ടത്. ദൈവത്തിന്റെ ആ കരമാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടേണ്ടത്. तो इसलिए जो सच्ची में नया जन्म पाया हुआ एक व्यक्ति के अंदर प्रभु का कार्य, प्रभु के बातों को सुनकर जीने का अवस्था उसके अंदर होना जरूरी है. നമ്മൾ ദൈവത്തിന്റെ നമ്മളിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും വെളിപ്പെടും. हमारा प्रभु का एक जो कार्य है वो सब हमारे कार्यों में प्रभु का कार्य एक एक बातें प्रकट होगा. കാരണം ആ വ്യക്തിയിൽ ദൈവമാ പ്രവർത്തിക്കുന്നത്. क्यों ऐसा क्यों है? क्योंकि वो व्यक्ति के अंदर प्रभु है जो कार्य करता है. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ये बातें हमें समझना चाहिए. നമ്മുടെ ജീവിതത്തിലെ ഓരോ ഇടപെടലുകളിലും നമ്മളല്ല ഇടപെടേണ്ടത്, കർത്താവ് നമ്മളിലൂടെ മറ്റുള്ളവരിലൂടെ ഇടപെടണം. हमारे जीवन के तौर तरीके और लेन देन में सब बातों में प्रभु है जो कार्य करता है, क्योंकि वो प्रभु है हमारे जीवन का प्रभु. ആ വ്യക്തി തന്നെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ പ്രവർത്തനത്തിന് നിത്യത്തിൽ പ്രതിഫലമില്ല. अगर वो व्यक्ति स्वयं ही सब बातों में अगर वो कार्य करने लगा तो फिर ऐसा व्यक्तियों को स्वर्ग राज्य में उसका प्रतिफल नहीं मिलेगा. നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ച മാതൃക, കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ കർത്താവ് അല്ല ജീവിച്ചത്, കർത്താവിൽ പിതാവ് ജീവിക്കുകയായിരുന്നു. हमें प्रभु ने जो हमें आदर्श दिखाया है कि प्रभु जब इस दुनिया में जीते समय में वो प्रभु नहीं जिया, लेकिन प्रभु के द्वारा पिता जो जी रहा था. അതാണല്ലോ കർത്താവാണല്ലോ നമുക്ക് എല്ലാത്തിലും മാതൃക. प्रभु ही तो है हमें सब बात का आदर्श. അപ്പോൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ, യോഹന്നാൻ का पुस्तक उसका 7 अध्याय वाक्य 16 में हम पढ़ते हैं, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതത്രേ. प्रभु क्या जवाब 7 का 16 पढ़े. यीशु ने उन्हें उत्तर दिया, मेरा उपदेश मेरा नहीं परंतु मेरे भेजने वाले का है. അപ്പോൾ കർത്താവ് പറയുന്നത് ഒരു കാര്യവും കർത്താവിന് സ്വന്തമല്ല. तो प्रभु ने जो भी बातें बोला वो प्रभु का खुद की बातें नहीं थी. ഇനി ഒന്നോട് പറഞ്ഞാൽ, एक और बार कहो तो അതിന്റെ ഒന്നോട് വ്യക്തത പറയാനായിട്ട് അതിന്റെ 14-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമുക്ക് വായിക്കാം. और स्पष्टता में अगर समझने के लिए യോഹന്നാൻ 14 का 10, जॉन 14:10, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ആ വാക്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണേ. पढ़ेंगे. क्या तू विश्वास नहीं करता कि मैं पिता में हूँ और पिता मुझ में है? ये बातें जो मैं तुमसे कहता हूँ अपनी ओर से नहीं कहता, परंतु पिता मुझ में रहकर अपने काम करता है. हाँ, देखो कितना अद्भुत रीति से वचन लिखा है. അപ്പോൾ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുകയാണ്. അപ്പോൾ പിതാവാണ് അവിടെ ജീവിക്കുന്നതെന്നാണ് കർത്താവ് പറഞ്ഞത്. तो पिता मुझ में बस कर वो अपना कार्य करता है. तो मतलब एक तरफ से पिता का इच्छा, पिता ही है जो कार्य कर रहा है. നമ്മൾ അതിന്റെ 12-ാം അധ്യായത്തിന്റെ അതേ യോഹന്നാൻ 12-ാം അധ്യായം അതിന്റെ 49-50 വാക്യം നമുക്ക് വായിക്കാം. उसका 12वां अध्याय उसका 49-50 भी हम पढ़ेंगे. അവിടെ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, उधर भी प्रभु इसी तरीके से कहता है, ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളിച്ചതുപോലെ തന്നെ സംസാരിക്കുന്നു. पढ़ेंगे. क्योंकि मैंने अपने ओर से बातें नहीं की, परंतु पिता जिसने मुझे भेजा है उसी ने मुझे आज्ञा दी है कि क्या क्या कहूँ और क्या क्या बोलूँ, और मैं जानता हूँ कि उसकी आज्ञा अनंत जीवन है. इसलिए मैं जो कुछ बोलता हूँ वह जैसा पिता ने मुझसे कहा है वैसा ही बोलता हूँ. അപ്പോൾ കർത്താവ് പിതാവിൽ നിന്നും പ്രാപിച്ച് പിതാവ് പറഞ്ഞത് കാര്യം മാത്രമാണ് ജനത്തോട് സംസാരിച്ചത്. तो प्रभु ने पिता की ओर से जो भी बातें प्राप्त किया वही बातें वो लोगों को कहता था. അതുകൊണ്ട് തന്നെയാണ് പിതാവ് എന്നിൽ സംസാരിക്കുന്നു എന്ന് കർത്താവിന് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിഞ്ഞത്. इसलिए प्रभु को धैर्य से बोलने हो पाया कि पिता है जो मुझसे बात करता है. അപ്പോൾ ഈ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു മനുഷ്യൻ, ഒരു ബുദ്ധിമാനായ മനുഷ്യന്റെ ജ്ഞാനത്തിന്റെ വാക്കുകളെ കേൾക്കാനുള്ള അവസരമല്ല. तो सेवा करके जब बोलते समय में ये सेवक जब सेवा करते समय में वो प्रचारक का सामर्थ्य कितना शक्ति रीति से प्रचार करता है, बात करता है, वो काबिलियत दिखाने वाला नहीं है सेवा. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെയും ആത്മീയ ശുശ്രൂഷയും ശരിക്കും മനസ്സിലാക്കണം. हमें आत्मिक जीवन में जीते समय में आत्मिक जीवन और आत्मिक सेवा को दोनों को सही रीति से समझना जरूरी है. ചിലരുടെ ധാരണ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല സുഖമല്ലേ, പിന്നെ നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നു, നല്ല തിന്ന് കുടിച്ച് തടിച്ച് മേടിച്ചിരിക്കുന്നു, അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല. എന്നാ ഒരു ആഴ്ച 1-2 പ്രസംഗം പ്രസംഗിക്കണം, അതിപ്പോൾ ആർക്കും കഴിയല്ലേ.
എന്നൊക്കെയുള്ള ചിന്താഗതിയാണ്. कुछ सेवक लोग का अवस्था क्या है, देखो लोग कैसा गलत फहमी में जी रहे हैं। सेवक का जीवन मतलब क्या, एकदम आराम से मजे में रहो, तंदुरुस्त लो, भरपूर खाना पिया, पेट भरकर जियो, और क्या हफ्ते में 1-2 बार प्रचार करना पड़ेगा, बस वो तो ऐसे ही मैं प्रचार तैयार कर मैं अच्छी से प्रचार बोल दूंगा। അല്ല, ഇത് ശുശ്രൂഷകന്മാരുടെ ചിന്ത എന്നല്ല, മറ്റുള്ള വിശ്വാസികളുടെയും ചിന്ത അങ്ങനെയാ. പിന്നെ ചില ശുശ്രൂഷകന്മാരും അങ്ങനെയാ ചെയ്യുന്നത്. तो ये केवल सेवक लोग का ही नहीं बल्कि बहुत से विश्वासियों का भी गलत धारणा ऐसा है इन विषय में, और बहुत सारे सेवक लोग ऐसा करते भी है। ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. लेकिन मैं एक बात आपको बताना चाहता हूँ, ഇവിടെ കർത്താവിന്റെ ശുശ്രൂഷ എന്നുള്ളത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ്. प्रभु का सेवा बोला तो एक बहुत ही जिम्मेदार का कार्य है, അത് കർത്താവിനാൽ നിയോഗിക്കപ്പെട്ടവര് അത് വളരെ ഭാരത്തോടെയാണ് ചെയ്യുന്നത്. और प्रभु से जो नियुक्ति पाया है वो बहुत बोझ से ये कार्य करता है, അവരെപ്പോഴും കർത്താവിന്റെ ശരീരം സമയം ചെലവഴിക്കുന്നതായിരിക്കും. और ऐसे लोग हमेशा प्रभु की उपस्थिति में समय बिताने वाले लोग रहेंगे, വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതായിരിക്കും. ऐसा घूमने भटकने वाले लोग नहीं रहेंगे। ദൈവത്തിൽ നിന്നും ആലോചന പ്രാപിക്കും. प्रभु की ओर से आज संदेश क्या है वो प्रभु से प्राप्त करते हैं। അല്ലെ, ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോൾ 1 പത്രോസ് 4-11 വാക്യത്തിൽ പത്രോസ് പറയുന്നത് എങ്ങനെയാണ്? सेवा के विषय में बोलते समय में 1 पत्रोस 4:11 में पत्रोस इस तरह कहता है, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണമാകട്ടെ, എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. महत्वവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. 1 पत्रोस 4:11। यदि कोई बोले तो ऐसा बोले मानो परमेश्वर का वचन है, यदि कोई सेवा करे तो उस शक्ति से करे जो परमेश्वर देता है, जिससे सब बातों में यीशु मसीह के द्वारा परमेश्वर की महिमा प्रकट हो। महिमा और साम्राज्य युगानुयुग उसी का है। आमीन। അപ്പോൾ ഒരു ദൈവസന്നിധിയിൽ ദൈവദിനം പറയുന്ന ഒരു വ്യക്തിക്ക് ഞാൻ കർത്താവിൽ നിന്നും പ്രാപിച്ച കാര്യങ്ങളാണെന്നുള്ളതിനോട് പ്രാഗൽഭ്യം വേണം. इसलिए एक प्रभु का जन जब वो बात करते समय में प्रभु से मैंने जो प्राप्त किया बातें वही मैं बोल रहा हूँ करके बोलने का धैर्य उसको होना चाहिए। അപ്പോൾ അത് ദൈവസന്നിധിയിൽ ഇരുന്നെങ്കിൽ മാത്രമേ കഴിയൂ. तो वो तो प्रभु की उपस्थिति में बैठेगा तो ही होएगा। അപ്പോസ്തലന്മാരെല്ലാം ചെയ്തത് അപ്പോസ്തല പ്രവൃത്തി 6:4 വായിക്കുന്നുണ്ട്. ഞങ്ങൾ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞാൽ അതായിരുന്നു അവര് കർത്താവിനോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയിൽ ഇരുന്ന് കർത്താവിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് കൊടുക്കുകയും. प्रेरितों का कार्य 6:4 में जब हम पढ़ते समय में प्रेरित लोग हमेशा कहते थे कि हम लोग प्रभु की उपस्थिति में एकदम प्रार्थना पूर्वक हम अपने आप को समर्पण किया, प्रार्थना में रहा और वचन का सेवा के लिए वचन प्राप्त करने के लिए प्रभु की उपस्थिति में बना रहा, उसी के बाद वो लोग सेवा किए। ഇത് വളരെ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. इसके लिए ये बहुत ही गौरवपूर्वक बात है, കാരണം ഒരുവൻ ദൈവസന്നിധിയിൽ നിന്ന് മറ്റുള്ളവരുടെ ദൈവദിനം പ്രസംഗിക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ അരുളപ്പാടാണ് പ്രസ്താവിക്കുന്നത്. क्योंकि एक व्यक्ति जब प्रभु की उपस्थिति में वो रहकर जब लोगों को वचन बांटते समय में वो परमेश्वर की बातें हैं वो जो बताता है। അപ്പോൾ നമുക്ക് തോന്നിയത് എന്തെങ്കിലും വിളിച്ചു പറയുന്ന ഒരു സ്ഥലമല്ല ദൈവത്തിന്റെ സന്നിധി. तो हमारा कुछ भी सोच विचार या हमारा कुछ अंडरस्टैंडिंग या बातें नहीं है, बोलने का बातें नहीं है प्रभु का उपस्थिति। പൗലോസിനെ പോലും പറയുന്നത് തന്റെ ജീവിതത്തിലെ അനുഭവത്തില് 1 കൊരിന്ത്യർ 11-23 വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 1 കൊരിന്തി 11 उसका 23वां वाक्य में पौलोस कहता है, കാരണം നമ്മൾ എല്ലാ ആഴ്ചയുടെ 1-ാം ദിവസവും കർത്തൃമേശയിൽ കൂടി വരുമ്പോൾ ഈ ഭാഗം വായിക്കാറുണ്ട്. ഞാൻ കർത്താവിങ്കിൽ നിന്നും പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്ത് എന്തെന്നാൽ എന്നാണ് അവിടെ പറയുന്നത്. तो वहां पर हम हफ्ते का पहला दिन हम लोग प्रभु मेज की उपस्थिति में आते समय में हम ये बात हमेशा बोलते हैं कि मैंने जो प्रभु की ओर से पाया हुआ बात को वो बात प्राप्त करके मैं तुम लोगों को ये बताता हूँ। അപ്പോൾ നമുക്ക് ഞാൻ ദൈവത്തിൽ നിന്നും പ്രാപിച്ചു എന്നുള്ള ഉറപ്പ് നമുക്ക് വേണം. നമ്മൾ എന്തെങ്കിലും തേടി കണ്ടുപിടിച്ച് കൊടുക്കുന്നതല്ല. हमें प्रभु की ओर से मैंने कुछ बातें प्राप्त किया है वो बात मैं बोल रहा हूँ, इस बात का बोध में हमें जीना है, मैंने कुछ ढूंढ कर बोला वैसा नहीं है। നമ്മൾ ദൈവത്തിൽ നിന്നും പ്രാപിച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ സംസാരിക്കുന്നത് കർത്താവ് തന്നെയാണ്. क्योंकि अगर हम प्रभु की ओर से प्राप्त करके हम बोल रहे हैं तो वहां पर बात प्रभु करेगा। അതുകൊണ്ടാണ് നമ്മൾ 2 കൊരിന്ത്യർ 13:3 പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പന്വേഷിക്കുന്നുവല്ലോ. എന്ന് പറഞ്ഞാൽ അവർക്കൊരു സംശയം, കർത്താവ് തന്നെയാണോ സംസാരിക്കുന്നതെന്ന്. तो वहां पर 2 कोरिन्दी उसका 13 वाक्य 2 हम पढ़ेंगे। 2 कोरिन्दी 13 वाक्य 2। जैसे मैं जब दूसरी बार तुम्हारे साथ था वैसे ही अब दूर रहते हुए उन लोगों से जिन्होंने पहले पाप किया। 3 पढ़े। क्योंकि तुम तो इसका प्रमाण चाहते हो कि हाँ। मसीह मुझ में बोलता है। हाँ, तो वो लोग वहां पर सबूत ढूंढ रहे हैं कि मैं मसीह में बोल रहा हूँ कि नहीं, वो लोग सबूत ढूंढ रहे थे। ദൈവത്തിൽ കർത്താവിന്റെ ദാസൻ
പൗലോസ്ലീഹ കർത്താവിൽ നിന്നും പ്രാപിച്ച എല്ലാം കൊടുക്കുന്നു. क्योंकि प्रभु का दास पौलुस जो है, जो भी प्रभु से प्राप्त किया था वही वो बोलता था. മാത്രമല്ല ദൈവത്തിന്റെ സന്നിധിയിൽ ആ ഉപസ്ഥിതി അറിഞ്ഞുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. और यहाँ तक कि प्रभु की उपस्थिति में बने रहकर वो बात करता था. നമുക്കറിയാം അതിന്റെ അതേ 2 കൊരിന്ത്യർ 12:19 ഈ പാട്ടിൽ വായിക്കുന്നുണ്ട്, ദൈവം മുമ്പാകെ ക്രിസ്തുവിലാകുന്നു ഞങ്ങൾ സംസാരിക്കുന്നത്. और उसकी दूसरा कोरिन्थी उसका 12 अध्याय का उसका 19 का बीच में ऐसा लिखा है कि हम जो परमेश्वर की उपस्थिति में मसीह के बारे में बात कर रहे हैं. मसीह में बोलते हैं, मसीह के बारे में नहीं. यस, परमेश्वर का मसीह में हम बोल रहे हैं. അപ്പോൾ ഹല്ലേലൂയ, നമ്മൾ ആ പ്രയോഗത്തിലൊക്കെ വളരെ വ്യക്തത പിന്നെ ആഴങ്ങളുണ്ട്. एक एक शब्दों का उसका गहराई है. ഞങ്ങൾ ക്രിസ്തുവിൽ സംസാരിക്കുന്നു, हम मसीह में बात कर रहे हैं परमेश्वर की उपस्थिति में. അതേ കാര്യം അതിന്റെ 2:17 ഉണ്ടല്ലോ. वही बात हम 2:17 में भी हम पढ़ते हैं. അതേ 2 കൊരിന്ത്യർ 2:17 വാക്യത്തിലും कोरिन्थी 2:17 അവിടെ കർത്താവിന്റെ ദാസൻ പറയുന്നത്, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. ക്രിസ്തുവിൽ സംസാരിക്കുന്നു. उसका 2:17 पढ़ेंगे. क्योंकि हम उन बहुतों के समान नहीं जो परमेश्वर के वचन में मिलावट करते हैं, परंतु मन की सच्चाई से और परमेश्वर की ओर से परमेश्वर को उपस्थित जानकर मसीह में बोलते हैं. मसीह में बोलते हैं. പ്രിയമുള്ളവരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആത്മീയ പ്രവർത്തനങ്ങളെല്ലാം ദൈവം അവന്റെ പ്രവൃത്തി നമ്മളിൽ നിർവഹിക്കുന്നതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. इसके लिए हमें एक बात हमें समझना है कि आत्मिक कार्य या आत्मिक बातें जो भी रहता है वो परमेश्वर है, जो हमारे अंदर के द्वारा परमेश्वर हमसे कराता है. ദൈവത്തിന് ഉപയോഗമുള്ള ഒരു പാത്രമായി നാം തീരുക എന്നുള്ളത്. हमारा उद्देश्य यही है कि हम लोग परमेश्वर के लिए उपयोगी पात्र बन जाए. നമ്മുടേതായ പ്രവർത്തനങ്ങളെല്ലാം പ്രവർത്തനങ്ങളാണ്, നെറ്റ്വർക്ക്സ്. हमारा जो भी क्रियाएं है वो एक मरा हुआ क्रिया के समान है. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ ജീവനിലും ദൈവത്തിന്റെ ആത്മാവിനാലും ദൈവത്തിന്റെ ഹിതത്തിലും ദൈവത്തിൽ നിന്നും നമ്മൾ പ്രാപിച്ചു വേണം ഇതൊക്കെ ചെയ്യാൻ. इसके लिए हमें मसीह में बने रहकर मसीह से हमें ये सब बातें प्राप्त कर हमें ये सब बातें करना है. അതുകൊണ്ടാണ് ആത്മീയ ശുശ്രൂഷയിൽ നമുക്ക് ദൈവവചനത്തിന്റെ പ്രാധാന്യം കാണാൻ കഴിയും. इसके लिए हम लोग आत्मा में सेवा में हम लोग प्रभु का उसका मूल्यता को हम उसको समझ सकते हैं. ഓരോ ദിവസവും നമ്മൾ ആത്മാവിനെ പ്രാപിച്ച് ആത്മാവിൽ ബലപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കും. एक एक दिन हम लोग आत्मा में भरकर आत्मा में से सामर्थ्य पाकर हमें कार्य करना है. ദൈവമക്കൾക്ക് അതുകൊണ്ടായി ദൈവവചനത്തോട് വലിയ പ്രതിപത്തി. इसके लिए प्रभु के लोगों को हमेशा इसी बातों पर प्रभु का वचन में उनको उतना प्रिय लगता है. കാരണം നമുക്ക് എന്നും ജീവിപ്പിക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കും. क्योंकि हम लोग हमेशा इस तरह जिलाया जाने का या जीने का अवस्था में बना रहना जरूरी है. കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷം 6:63 വാക്യത്തിൽ ഇങ്ങനെ പറയുണ്ടായി, ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. യോഹन्ना का सुसमाचार उसका 6:63 में हम पढ़ते हैं. യോഹन्ना का सुसमाचार 6:63. आत्मा तो जीवनदायक है, शरीर से कुछ लाभ नहीं. जो बातें मैंने तुमसे कही है वे आत्मा है और जीवन भी है. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോഴെല്ലാം ദൈവജീവൻ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക, ആസ്വദിച്ചുകൊണ്ടിരിക്കുക. इसलिए जब प्रभु का वचन को जब हम सुनते हैं समय में वास्तव में प्रभु का जीवन को हम लोग महसूस कर रहे हैं. കർത്താവ് പറയാണ്, ആത്മാവത്രേ ജീവിപ്പിക്കുന്നത്. क्योंकि प्रभु ने क्या कहा, आत्मा है जो जिलाता है, जीवन देता है. അപ്പോൾ ഈ ആത്മാവാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനത്തിലൂടെ ഈ ആത്മാവാണ് നമ്മളെ ആ കർത്താവുമായിട്ട് അല്ലെ ആ യഥാർത്ഥ ജീവനുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. क्योंकि आत्मा है जो वास्तव में जो सच्चा प्रभु के साथ हमें रिश्ता में जोड़कर हमें रखता है. നമ്മൾ 1 കൊരിന്ത്യർ 15:45 അതിന്റെ അവസാനം വായിക്കുന്നുണ്ട്, പിന്നെ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഒടുക്കത്തെ ആദാം എന്ന് പറയുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പോൾ ആ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. तो वहां पर 1 कोरिन्थी उसका 15 अध्याय उसका 45 का बी पार्ट में हम पढ़ते हैं. 1 कोरिन्थी 15 अध्याय 45 का बी पार्ट में जो आखिरी आदम है, जो अंतिम आदम जीवनदायक आत्मा बना. अंतिम आदम यानी मसीह के बारे में जीवनदायक आत्मा बना. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. यहाँ पर हमें एक बात हमें समझना है. നമ്മളിൽ ഈ ജീവിപ്പിക്കുന്ന ആത്മാവ്, ആ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ ജീവിക്കുന്നു. ആ കർത്താവിലുള്ള ശുശ്രൂഷയാണ് ഞാൻ നിർവഹിക്കുന്നത്
എന്നുള്ള ഉറപ്പാണ് ഒരു ആത്മീയൻ പ്രാപിക്കേണ്ടത്. तो एक सच्चा आत्मिक व्यक्ति क्या बात का मजबूती या पक्का बात समझना है कि मेरे अंदर जो प्रभु जीता है, जो जीवनदायक आत्मा है, उसी जीवन के द्वारा मैं कार्य करता हूँ, मैं बात करता हूँ. അപ്പോൾ നമ്മളെ ജഡം ഓവർടേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. इसलिए शरीर जो है हमें उसमें वो बल पाकर आगे बढ़ने देखेगा. എന്നാൽ നമ്മുടെ അകത്ത മനുഷ്യന് ബലപ്പെട്ട് നമ്മൾ ജഡത്തെയും ആത്മാവിന് വിധേയപ്പെടുത്തുവാൻ നമുക്ക് സംഗതി വേണം. लेकिन हमें हमारा अंदरूनी मनुष्य में हम लोग बल पाकर हमारे आत्मा के मदद से हमारे शरीर से भी हमें ऊपर आगे बढ़ना है. അപ്പോൾ ആത്മാവിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം നിത്യതയിൽ പ്രതിഫലമുണ്ട്. क्योंकि आत्मा से करने वाले सभी कार्यों को अनंतता में उसका प्रतिफल है. ആ കാര്യങ്ങളെല്ലാം ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടതായിരിക്കും. और वो सब बातें प्रभु का प्रेम से भरा हुआ रहेगा. എത്ര നല്ല കാര്യങ്ങളാണ്. कितना अच्छी बात है. നമുക്ക് എത്രമാത്രം ആത്മാവിലായിരിക്കാൻ കഴിയുന്നുണ്ട്. हम लोग कितना अधिक हमें आत्मा में होने हो पा रहा है. എത്രമാത്രം നമുക്ക് ഈ ആത്മാവിനെ അനുസരിക്കാൻ കഴിയുന്നുണ്ട്. कितना हम लोग आत्मा का बात का पालन करने हो पा रहा है. ഇന്ന് നമ്മുടെ ജീവിത സ്റ്റൈൽ എങ്ങനെയുണ്ട്? क्या आज भी हमारे जीवन का तौर तरीका कैसा है? നമ്മൾ കൂട്ടുസഹോദരങ്ങളുമായിട്ട് പിണങ്ങിയും വാശിയും വൈരാഗ്യവും വെച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ഇന്നും നമ്മളൊരു ജഡീക ശൈലിയിൽ തന്നെയാണ്. तो अगर आज भी हमारे सह भाइयों के साथ गुस्से में ईर्ष्या ऐसा गुस्सेलू स्वभाव अगर प्रकट कर रहे हैं तो अभी भी हम शारीरिक विश्वासी है. എന്നാൽ ഇന്ന് നമുക്ക് എല്ലാവരുമായിട്ട് സ്നേഹത്തിലും സന്തോഷത്തിലും സൗമ്യതയിലും പരസ്പരമുള്ള മേൽവിലാവിലൊക്കെ ആണെങ്കിൽ നമ്മൾ വളരെ നമുക്ക് നിത്യതയ്ക്ക് പ്രതിഫലം വരുന്ന പ്രവർത്തനങ്ങളിൽ നമ്മളായിരിക്കും. तो मगर लेकिन आज भी हम लोग सह भाइयों के साथ एकदम प्रेम में, आनंद में, विनय के साथ, नम्रता में, प्रेम में हम प्रकट करने वाला ये स्वभाव है तो अभी भी हम आत्मा में है और ये सब बातें आनंदता में उसका फल को हमको देखने को मिलेगा. അപ്പോൾ നമ്മളുള്ള വിശ്വാസം കപടവിശ്വാസം ആകാൻ പാടില്ല. इसलिए हमारा जो विश्वास है वो कपटी या झूठा विश्वास नहीं होना है. നമ്മുടെ വീണ്ടും ജന്മം എന്നുള്ളത് അത് ഒരു തെറ്റായ ഒരു കാര്യമല്ല, അത് യഥാർത്ഥ അനുഭവമായിരിക്കണം. और हमारा जो नया जन्म का जो अनुभव है वो कोई झूठा रीति से कोई अभिनय करके ना बताए बल्कि सच्चा अनुभव प्रभु के साथ रहना चाहिए. അതുകൊണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ഓരോ ദിവസവും നമ്മളിൽ കർത്താവ് വെളിപ്പെട്ടുകൊണ്ടിരിക്കണം. अगर ऐसा रहेगा तो प्रतिदिन मसीह हमारे अंदर प्रकट होना जरूरी है. ഞാൻ പറയുന്ന സാരം നമ്മളിൽ കുറവൊന്നും ഉണ്ടായിരുന്നല്ല, അനേക കുറവുകൾ ഉണ്ടാവും. എന്നാൽ ഓരോ ദിവസവും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ആ കുറവുകളെ വെളിപ്പെടുത്തുകയും നമുക്ക് മാനസാന്തര അനുഭവം നമ്മളിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. तो मेरा कहने का विषय ये है कि हमें गलती नहीं होगा या कमियां नहीं होगा ऐसा नहीं है प्रियो. हर एक दिन गलतियां और कमियां होगा लेकिन वो पवित्र आत्मा रहेगा जो वो गलतियां कमियां क्या है हमें बताकर हमें वो सुधार में हमें चलाएगा. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർമ്മിച്ചോട്ടെ. इसलिए मैं आप लोगों को एक बात बताना चाहता हूँ. ദാവീദ് പറഞ്ഞതുപോലെ दाऊद ने कहा 19 സങ്കീർത്തനം 14 വാക്യം 19वां भजन संगीता उसका 14 वाक्य 19:14. എന്റെ ഹൃദയത്തിലെ വിചാരങ്ങളും എന്റെ വായിലെ വാക്കുകളും കർത്താവേ അങ്ങേക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. पढ़ेंगे. मेरे मुंह के वचन और मेरे हृदय का ध्यान तेरे सम्मुख ग्रहण योग्य हो. आमेन. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയ വിചാരങ്ങളും നമ്മുടെ അതരങ്ങളിലെ വാക്കുകളും ദൈവത്തിന് പ്രസാദമായിരിക്കുമാറാകട്ടെ. हे प्रभु, प्रिय प्रिय हमारे हृदय के विचार और हमारे होठों का जो शब्द है परमेश्वर की उपस्थिति में ग्रहण योग्य हो. അതെ, അതിന് തക്കവണ്ണമുള്ള ഒരു വിശുദ്ധിയെ നയിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. उस तरीके का एक आत्मिक जीवन जीने के लिए प्रभु हमको सहायता करे. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. हमारा प्रभु जल्दी आएगा. ഇന്ന് വരുമെന്ന് പ്രതീക്ഷിക്കാം. आज आ रहा है करके हम आशा रख रहे हैं. അതിനുള്ള ഒരുക്കത്തിൽ നമുക്കായിരിക്കാം. उस तरह का तैयारी में आज रहे. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. प्रभु हम सबको सहायता करे. കർത്താവിന്റെ കൃപ നമ്മളെല്ലാവരും प्रभु का अनुग्रह आप सब में बने रहे. ആമേൻ. आमीन.